ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നല്ല മാസമായിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. മ്യൂസിക്കും BGM ഒക്കെ ഇട്ട് 2 ഫുൾ ഡേ ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ അപ്ലോഡ് ചെയ്ത സമയത്ത് വീഡിയോ ബ്ലോക്കായി. ഇതുവരെ ഇല്ലാത്ത പോലത്തെ പ്രശ്നം. 3-4 വട്ടം അപ്ലോഡ് ചെയ്തപ്പോഴും ശരിയാവുന്നില്ല. കോപ്പിറൈറ്റ് വന്നാൽ എനിക്ക് പൈസ കിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇത് വീഡിയോ തന്നെ ആർക്കും കാണാൻ പറ്റാത്ത പോലെ ബ്ലോക്കായി പോവാണ്. മ്യൂസിക് യൂസ് ചെയ്യാതെ ഇടുമ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മൂൺ നൈറ്റിലെ ഓരോ ചെറിയ സീനുകൾക്ക് പോലും സെക്കൻഡുകൾക്ക് വരെ അവർ കോപ്പിറൈറ്റ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാസാക്കണമെന്ന് വിചാരിച്ച് 2-3 ദിവസത്തെ കഷ്ടപ്പാട് വെറുതെ. എന്തായാലും വീഡിയോ കാണാൻ പറ്റിയല്ല കാര്യമുള്ളൂ. അതുകൊണ്ട് മ്യൂസിക് ഒഴിവാക്കേണ്ടി വന്നു. ഇന്നത്തെ എക്സ്പ്ലനേഷന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു മാസ് എഫക്ട് ഉണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ മ്യൂസിക് എഡിറ്റുകൾ മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് ബ്ലോക്ക് ആയില്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പൊ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് റൂൾസ് പല സമയത്തും പല പോലെയാണ്. എൻ ഗെയിം വരെയെങ്കിലും അങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് തന്നെ വലിയ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. സത്യം പറഞ്ഞ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാതിരുന്ന് ചെയ്തു. ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്നിട്ടും അത് ശരിയായില്ല. ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോയി ഉറങ്ങാൻ. ഐ എം റിയലി സോറി. യൂട്യൂബിന്റെ റൂൾസിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻഫിനിറ്റി വാറിലും എൻ ഗെയിമിലും പോലും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഇപ്പോൾ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ കോപ്പിറൈറ്റ് റൂൾസും മൂവിയിലെ സീനുകൾ കണ്ടുപിടിക്കുന്ന യൂട്യൂബിന്റെ AI കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂൺ നൈറ്റിന്റെ എപ്പിസോഡ് 6 ആണ്. അവസാനത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡുകൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും അധികം വരുന്നില്ല. പക്ഷേ എപ്പിസോഡ് മാസമാണ്. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഹാരോയുടെ വെടിയേറ്റ് മരിച്ചു വീഴുന്ന മാർക്ക് സ്പെക്ടർ ഈജിപ്ഷ്യൻ പരലോകമായിട്ടുള്ള ഡ്യുവാറ്റിലാണ് എണീക്കുന്നത്. അവിടെ അവന്റെ മനസ്സിനെ ട്രോമയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ആവുന്നു. ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ രൂപത്തിലാണ് മാർക്കിന്റെ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഡ്യുവാറ്റ് എന്ന് പറയുന്ന പരലോകം കാണപ്പെടുന്നത്. മൂൺ നൈറ്റ് സ്റ്റോറിയാണ് റിയൽ എന്ന് മാർക്ക് പറയുമ്പോൾ ഡോക്ടർ ഹാരോ പറയുന്നത് മെന്റൽ ഹോസ്പിറ്റലാണ് റിയൽ എന്നാണ്. മാർക്കിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെയാണോ ട്രോമ വരുന്നത് അപ്പോഴൊക്കെ മാർക്കും സ്റ്റീവനും നേരെ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക് വരും. അതല്ലാത്ത സമയങ്ങളിൽ മാർക്കും സ്റ്റീവനും കൂടി ഡ്യുവാറ്റിലൂടെ ടെവരറ്റ് എന്ന് പറയുന്ന ദേവതയുടെ നേതൃത്വത്തിൽ ഒരു മരുഭൂമിയിലെ മണലിൽ കൂടെ ഒരു കപ്പലിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഇവരുടെ രണ്ടുപേരുടെയും ഹാർട്ട് ടെവരറ്റ് എടുത്ത് ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കാൻ തുടങ്ങി. ഇത് ബാലൻസ് ആയാൽ മാത്രമാണ് ഇവർക്ക് സ്വർഗത്തിലേക്കോ തിരിച്ച് ശരിക്കുള്ള ജീവിതത്തിലേക്കോ പോകാൻ പറ്റും. പക്ഷെ ഹാർട്ട് ബാലൻസ് ആവണമെങ്കിൽ സ്റ്റീവനും മാർക്കും പരസ്പരം എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണം. അവർ രണ്ടുപേരെയും പരസ്പരം അംഗീകരിക്കണം. അവരതിനു വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങി. മാർക്കിന്റെ കുട്ടിക്കാലത്തെ വേദന നിറഞ്ഞ ഓർമ്മകളും അവന്റെ ട്രോമകളും ഒന്നും സ്റ്റീവനെ അറിയിക്കാൻ മാർക്കിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാർക്ക് ഒരു മേഴ്സണറി ആയിരുന്നപ്പോഴും ഖോൺഷു പറഞ്ഞതനുസരിച്ച് കുറ്റം ചെയ്ത ഒരുപാട് പേരെ കൊന്നു തള്ളിയപ്പോഴും അതിലൊക്കെ മാർക്കിന് കുറ്റബോധം ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡികളെയൊക്കെ മാർക്കിന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു കുട്ടിയെ കാണുന്ന സ്റ്റീവൻ അവന്റെ പിന്നാലെ ഓടുവാണ്. അത് മാർക്കിന്റെ അനിയനായിട്ടുള്ള റാൻഡൽ ആയിരുന്നു. അച്ഛനും അമ്മയും അനിയനും ആയിരുന്നു മാർക്കിന്റെ കുടുംബം. ഒരു പിക്നിക്കിന്റെ ഇടയ്ക്ക് മാർക്ക് അനിയന്റെ കൂടെ ഒരു ഗുഹയിലേക്ക് പോവാണ്. അനിയനൊന്നും പറ്റാതെ നോക്കണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ മാർക്കിനെ കൊണ്ട് അത് സാധിച്ചില്ല. പെട്ടെന്ന് മഴ പെയ്യുകയും ഗുഹയിലേക്ക് വെള്ളം കയറി വരികയും ചെയ്തപ്പോൾ മാർക്കിന്റെ അനിയൻ റാൻഡൽ മുങ്ങി മരിക്കുവാണ്. ഇത് കാരണം അമ്മയ്ക്ക് മാർക്കിനോട് വെറുപ്പായി. അവരവനെ ഫിസിക്കലിയും മെന്റലിയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അനിയൻ മരിച്ചതിന്റെ കാരണക്കാരൻ മാർക്കാണെന്ന് അമ്മ മാർക്കിനോട് കൂടെ പറയാൻ തുടങ്ങി. അമ്മയിൽ നിന്നുള്ള ഈ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് മാർക്കിന്റെ ശരീരത്തിലേക്ക് സ്റ്റീവൻ എന്ന് പറയുന്ന പുതിയൊരു പേഴ്സണാലിറ്റി വരുന്നത്. ട്രോമയൊക്കെ അനുഭവിക്കുന്നത് മാർക്കും അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി സ്റ്റീവനും മാറി. മാർക്ക് അനുഭവിച്ച വേദനകളൊന്നും സ്റ്റീവൻ അറിയില്ല. സ്റ്റീവന്റെ മനസ്സിലാവന്റെ കുട്ടിക്കാലവും അമ്മയും വളരെ നല്ലതാണ്. അതായത് മാർക്കാണ് ഒറിജിനൽ, സ്റ്റീവൻ രണ്ടാമത് ക്രിയേറ്റ് ആയ പേഴ്സണാലിറ്റി മാത്രമാണ്. ഇത് സ്റ്റീവന് താങ്ങാൻ പറ്റിയില്ല. പിന്നീടാണ് സ്റ്റീവൻ മനസ്സിലാക്കുന്നത് അവൻ എന്നും കോൾ ചെയ്യാറുള്ള അവന്റെ അമ്മ സത്യത്തിൽ ജീവനോടെ ഇല്ല. അവന്റെ അമ്മ ജീവനോട് ഉണ്ടെന്ന് സ്റ്റീവന് തോന്നുക മാത്രമാണ് ചെയ്തിരുന്നത്. അമ്മയുടെ ഫ്യൂണറലിന് പോയി മാർക്ക് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. വീട് വിട്ടു പോയി കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം അപ്പോഴാണ് മാർക്കിന്റെ ശരീരത്തിലേക്ക് സ്റ്റീവൻ തിരിച്ചു വരുന്നത്. എന്തുകൊണ്ട് താൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഉണ്ടായെന്നുള്ള കാര്യം സ്റ്റീവന് ശരിക്കും മനസ്സിലായി. മാർക്ക് അന്നൊരു കുട്ടിയായിരുന്നെന്നും അവൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സ്റ്റീവൻ മാർക്കിനോട് പറയുന്നു. ലൈലയുടെ അച്ഛൻ അബ്ദുള്ള അൽ ഫോളിയെ കൊന്നത് മാർക്കിന്റെ സീനിയർ ഓഫീസർ ആയിട്ടുള്ള മിസ്റ്റർ ബുഷ്മാൻ ആണ്. അത് തടയാൻ നോക്കിയ മാർക്കിനെയും അയാൾ വെടിവെച്ചു. അങ്ങനെ മരിക്കാറായി ഖോൺഷുവിന്റെ അമ്പലത്തിലേക്ക് പോയപ്പോഴാണ് ഖോൺഷു മാർക്കിനെ തന്റെ അവതാരമായിട്ടുള്ള മൂൺ നൈറ്റ് ആക്കി മാറ്റുന്നത്. സ്റ്റീവനും മാർക്കിനും അവരുടെ ശരിക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒസൈരിസിന്റെ ഗേറ്റിലേക്ക് എത്തേണ്ടി വരും. അത് തുറക്കണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഹാർട്ട് ബാലൻസ് ആവണം. ഒസൈരിസിന്റെ ഗേറ്റ് ഒരു വശത്തും സ്വർഗം മറ്റേ വശത്തുമാണ് ഉള്ളത്. ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ടെവരറ്റ് ആ കപ്പൽ തിരിച്ചു വിടുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷം ആയപ്പോൾ പോലും ഇവരുടെ രണ്ടുപേരുടെയും ഹാർട്ട് ബാലൻസ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ മരുഭൂമിയിലുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള സോംബി ആത്മാക്കൾ മാർക്കിനെയും സ്റ്റീവനെയും മരുഭൂമിയുടെ ഭാഗമാക്കാൻ വേണ്ടി വരുവാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സ്റ്റീവൻ താഴേക്ക് വീണുപോയി. അവൻ മരുഭൂമിയുടെ ഒരു ഭാഗമായിട്ട് അവിടെ ഉറഞ്ഞുപോയി. സ്റ്റീവൻ ഇല്ലാതെയായതോടെ ഹാർട്ട് ബാലൻസ് ആവുന്ന പ്രശ്നം പിന്നെ ഇല്ല. അതുകൊണ്ട് മാർക്ക് പെട്ടെന്ന് സ്വർഗം അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് റീഡ്സിലേക്ക് എത്തുവാണ്. ഇനി എന്താണ് സംഭവിക്കുക? നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ.
തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മാർക്ക് സ്പെക്ടറിന്റെ ഡെഡ് ബോഡിയാണ്. ഹാരോ വെടിവെച്ചിട്ട് കഴിഞ്ഞുള്ള സീനുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നെഞ്ചിൽ 2 ബുള്ളറ്റ് തറഞ്ഞ് അവന്റെ ബോഡിയോടെ കിടക്കുവാണ്. ഹാരോയുടെ ഒരാൾ വന്ന് മാർക്കിനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുവാണ്. അവർ അമിത്തിന്റെ ഉഷാബ്ദി ഹാരോയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നു. അയാൾക്ക് സന്തോഷമായി. ഇത്രയും കാലം അയാൾ തേടി നടന്നത് ഇതായിരുന്നു. അയാൾ മാർക്കിനോട് പറയാൻ തുടങ്ങി, ഐ എം സോറി മാർക്ക് സ്പെക്ടർ, കാര്യങ്ങൾ ഇങ്ങനെ അവസാനിക്കണമെന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്. നീ മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലായിരിക്കും, പക്ഷേ വേറെ വഴി ഉണ്ടായിരുന്നില്ല. മാർക്ക് സ്പെക്ടർ ആൻഡ് സ്റ്റീവൻ ഗ്രാൻഡ്, നിങ്ങൾക്ക് ഇനി ഇവിടെ അവസാനമായി വിശ്രമിക്കാം. ചില സമയത്ത് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മരണം തന്നെ വേണ്ടിവരും. ഈ സമയത്ത് അവിടെ എന്തോ ശബ്ദം കേട്ട് ഹാരോയുടെ ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ലൈല അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ശബ്ദം ഉണ്ടാക്കാതെ ഹാരോയുടെ ആളെ പിടിച്ച് ബോധം കെടുത്തുന്നു. എന്തായാലും മാർക്ക് പറഞ്ഞതുപോലെ അവനില്ലെങ്കിൽ പോലും ലൈല പിന്മാറാൻ തയ്യാറാവില്ല. അവൾ എന്തായാലും ഹാരോയുടെ പിന്നാലെ പോകും. അയാളെ തടയാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ മരിക്കുമായിരിക്കും, പക്ഷെ ലൈല പിന്മാറില്ല. മാർക്ക് പറഞ്ഞത് ശരിയായിരുന്നു. ലൈല ഹാരോയുടെ പിന്നാലെ പോയി അമിത്തിനെ തുറന്നുവിടുന്നത് തടയാൻ തന്നെ തീരുമാനിച്ചു. അമിത്തിന്റെ ഉഷാബ്ദി കിട്ടിക്കഴിഞ്ഞ് ഹാരോയുടെ കയ്യിലുള്ള അമിത്തിന്റെ മാന്ത്രിക വടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അത് വീണ്ടും അമിത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് കത്തിജ്വലിച്ചു. ആ വടിയിലെ മുതലയുടെ തലഭാഗം ചിരിക്കുന്നത് പോലെ വായ തുറക്കാനൊക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നത് അമിത്തിനെ അടച്ചു വെച്ച ഉഷാബ്ദി ഒരു നല്ല ജയിലായിരുന്നില്ല. എങ്ങനെയോ അതിൽ നിന്ന് അമിത്തിന്റെ മാന്ത്രിക ശക്തി പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു, വളരെ കുറച്ച്. അതിൽ നിന്നാണ് ഈ മാന്ത്രിക വടിക്ക് ശക്തി കിട്ടിയിരുന്നത്. ഹാരോയ്ക്ക് ആളുകളെ ജഡ്ജ് ചെയ്യാനുള്ള പവർ കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഉഷാബ്ദിയുടെ അടുത്തേക്ക് അടുക്കും തോറും അമിത്തിന്റെ മാന്ത്രിക ശക്തിയുടെ പവർ കൂടി വരും. അതുകൊണ്ടായിരിക്കും ഉഷാബ്ദിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മാന്ത്രിക വടിക്ക് ഇത്ര പവർ കിട്ടുന്നത്. എന്തായാലും ഹാരോ ആളുകളും പോയി കഴിഞ്ഞ് ലൈല പെട്ടെന്ന് മാർക്കിന്റെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വരുവാണ്. അവിടെ മാർക്ക് സ്പെക്ടർ മരിച്ചു കിടക്കുന്ന കണ്ട് ലൈലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവൾ മാർക്കിനെ കെട്ടിപ്പിടിച്ച് അവസാനമായിട്ട് അവനെ ഒന്നുകൂടി കിസ് ചെയ്യുന്നു. ഈ സമയത്താണ് ലൈല ശ്രദ്ധിക്കുന്നത്, ഹാരോ പോകുന്നതിന് മുന്നേ അയാളുടെ കയ്യിലുള്ള ഗോൾഡൻ സ്കാരബ് മാർക്കിന്റെ നെഞ്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരാചാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻപ് അമിത്തിന്റെ അവതാരമായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ഡെഡ് ബോഡിയുടെ നെഞ്ചിലും ഒരു സ്കാരബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ആചാരമായിരിക്കും ഇത്. എന്തായാലും ഈ സ്കാരബ് ഇവിടെ വെച്ചത് ലൈലയ്ക്ക് ഭയങ്കര ഉപകാരമായി. അമിത്തുമായിട്ട് ബന്ധമുള്ളതാണ് ഈ ഗോൾഡൻ സ്കാരബ്. ഈ സ്കാരബ് ഒരു കോമ്പസ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത് വെച്ചാണ് അമിത്തിന്റെ ഉഷാബ്ദിയിലേക്കുള്ള വഴി ഹാരോ കണ്ടുപിടിച്ചത്. അപ്പൊ ലൈലയ്ക്കും ഈ സ്കാരബ് കാണിക്കുന്ന വഴി നോക്കി പോയാൽ ഹാരോയെ ഫോളോ ചെയ്ത് പോകാൻ പറ്റും. എന്തായാലും അവൾ ഹാരോയെ കണ്ടുപിടിച്ച് തടയാൻ തന്നെ റെഡിയായി. ഇനി അവൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഇപ്പൊ ഹാരോയും ആളുകളും ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയിലേക്ക്. അതായത് ദി ഇനിയഡ് എന്ന് പറയുന്ന ദൈവങ്ങളുടെ ഗ്രൂപ്പ് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചല്ലോ, അതേ പിരമിഡിന്റെ ഉള്ളിലേക്കാണ് ഹാരോയും ആളുകളും പോകുന്നത്. അപ്പൊ അമിത്തിനെ മോചിപ്പിക്കാൻ പറ്റുന്നത് ആ പിരമിഡിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും. പക്ഷെ പോകുന്ന വഴിക്ക് അവരെ കുറച്ച് പോലീസുകാർ തടഞ്ഞു നിർത്തി. കയ്യിൽ ആയുധങ്ങളൊക്കെയുള്ള ഹാരോയുടെ ആളുകളെ കണ്ടതും പോലീസുകാര് അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. പെട്ടെന്ന് ഹാരോ പുറത്തേക്ക് ഇറങ്ങി. ആരും പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാം. ഞങ്ങൾ ആരും പ്രശ്നക്കാരല്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾക്ക് ആരാന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് കാണിക്കും, ID പ്രൂഫോ ലൈസൻസോ എന്തെങ്കിലും. ഞങ്ങൾ ആരാണെന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ ആരാണെന്ന് അമിത് തന്നെ തീരുമാനിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഹാരോ പെട്ടെന്ന് അയാളുടെ മാന്ത്രിക വടി എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് പഴയതുപോലെയല്ല, നേരത്തെ കണ്ടതുപോലെ പണ്ടത്തേക്കാൾ വളരെ പവർഫുൾ ആണ് അമിത്തിന്റെ ഈ മാന്ത്രിക വടി. ചുറ്റും നിന്ന് എല്ലാ പോലീസുകാരെയും ഒറ്റയടിക്ക് ഹാരോ കൈകൊണ്ട് പോലും തൊടാതെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. അമിത്തിന്റെ വിധി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ഇതുവരെ കുറ്റം ചെയ്തവരോ ഇനി ഭാവിയിൽ കുറ്റം ചെയ്യാൻ പോകുന്നവരോ ആയ ആളുകളുടെ ആത്മാക്കൾ പെട്ടെന്ന് അവരെ വിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ആത്മാവ് ശരീരം വിട്ടുപോയ പോലീസുകാരൊക്കെ ഒരു നിമിഷം കൊണ്ട് ജീവനറ്റ് നിലത്ത് വീണു. ഒരു പോലീസുകാരൻ മാത്രം മരിച്ചില്ല. സോ അമിത്തിന്റെ ജഡ്ജ്മെന്റിൽ അയാൾ വിജയിച്ചെന്ന് പറയാം. അയാൾ ഇതുവരെ കുറ്റം ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. ഹാരോക്ക് അയാൾ ഇഷ്ടപ്പെട്ടു. ഹാരോ പോലീസുകാരനോട് ഇനി ഈ ജോലി ചെയ്യേണ്ടെന്നും ഞങ്ങളുടെ കൂടെ വന്നോളാനും പറയുന്നു. എന്തായാലും മരിച്ചു വീണ പോലീസുകാരുടെ ബോഡിയൊക്കെ എടുത്ത് മാറ്റി അവർ പോകാൻ ഒരുങ്ങുവാണ്. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ഇവരുടെ പിന്നാലെ വന്ന വണ്ടിയിൽ ലൈലയും ഉണ്ടായിരുന്നു. ഹാരോയുടെ ഏതോ ഒരാളെ ലൈല ഇടിച്ച് ബോധം കെടുത്തിയല്ലോ, അയാളുടെ വേഷം എടുത്തിട്ടാണ് ലൈല ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്. ആർക്കും സംശയമൊന്നും തോന്നിയില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മാർക്ക് സ്പെക്ടറിന് വെടിയേറ്റ് കഴിഞ്ഞ് അവന്റെ ആത്മാവ് ഡ്യുവാറ്റി പോയി കഴിഞ്ഞിട്ടാണ് അവിടെ വെച്ച് ടെവരറ്റും അവരും കൂടി ഒരു കാഴ്ച കാണുന്നത്. ആകാശത്ത് നിന്ന് ഡ്യുവാറ്റിലേക്ക് കുറെ ആത്മാക്കൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പൊ തന്നെ ഹാരോ ജഡ്ജ് ചെയ്ത് ഈ പോലീസുകാരുടെ ആത്മാക്കളായിരിക്കാം ആ സമയത്ത് ഡ്യുവാറ്റിലേക്ക് വന്ന് വീണത്. ടൈം വെച്ച് നോക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ആണല്ലോ. മാർക്കിന് വെടിയേറ്റ് കഴിഞ്ഞ് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. മാർക്കിന് വെടിയേറ്റ് കഴിഞ്ഞ് ഡ്യുവാറ്റി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടത്. എന്തായാലും എല്ലാവരും വണ്ടി കയറാൻ പോകുമ്പോൾ ലൈലയ്ക്ക് അങ്ങോട്ട് ശരിക്കും ദേഷ്യം വന്നു. അവൾ കൈ കരുതിയിരുന്ന കത്തിയെടുത്ത് ഹാരോയെ കുത്താൻ വേണ്ടി മുന്നിലേക്ക് പോവാണ്. പെട്ടെന്നാണ് അവിടെ മരിച്ചു കിടക്കുന്ന ഒരു പോലീസുകാരന്റെ ഡെഡ് ബോഡി ലൈലയോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഹായ് ലൈല, ഞാൻ ആരെന്ന് മനസ്സിലായോ? ഞാൻ ടെവരറ്റ് എന്ന് പറയുന്ന ദേവതയാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ദേവത. എനിക്ക് നേരിട്ട് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മരിച്ചവരുടെ ശരീരത്തിൽ കൂടെ നിന്നോട് സംസാരിക്കുന്നത്. ഇത് എത്ര നേരം പറ്റുമെന്ന് അറിയില്ല, ഓരോ ബോഡി കൂടെ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്തായാലും ലൈല അതൊന്നും കേൾക്കാതെ വീണ്ടും ഹാരോയെ കൊല്ലാൻ വേണ്ടി മുന്നോട്ട് നടക്കുവാണ്. ഈ സമയത്ത് ടെവരറ്റ് വേറൊരു ഡെഡ് ബോഡി കൂടെ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ ലൈല, ഞാൻ പറയുന്ന കേക്ക്, മാർക്കിന്റെയും സ്റ്റീവന്റെയും ആത്മാവിനെ ഞാൻ കണ്ടിരുന്നു പരലോകത്ത് വെച്ച്. അവരെ എന്നോട് പറഞ്ഞത് ലൈലയോട് ഒരു കാര്യം പറയാൻ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയവരെ തടയരുതെന്ന് മാർക്ക് പറയാൻ പറഞ്ഞു. എന്തൊക്കെയാ പറയുന്നത്? മാർക്കിന്റെ ആത്മാവോ? അതെ ലൈല, മാർക്ക് മരിച്ചില്ലേ, അത് കഴിഞ്ഞ് ആത്മാവ് പരലോകത്തേക്ക് എത്തി. ഞാൻ പറയുന്ന കേക്ക്, നിനക്ക് ഒറ്റയ്ക്ക് ഹാരോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനിപ്പോ ഭയങ്കര പവർഫുള്ളാ. മാർക്കിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അവനെതിരെ പോരാടാൻ പറ്റും. നിങ്ങൾ എന്താ പറയുന്നത്? മരിച്ചാളെങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? അങ്ങനെയൊക്കെ നടക്കൂ? എനിക്ക് ഈ ബോഡി അധികം നേരം കൺട്രോൾ ചെയ്ത്
സംസാരിക്കാൻ പറ്റില്ല. നോക്ക് ലൈല, നീ ഖോൻഷുവിനെ തുറന്നു വിടണം. ഖോൻഷു പുറത്തേക്ക് വരുവാണെങ്കിൽ അദ്ദേഹത്തിന് മാർക്കിന്റെ ശരീരത്തിലെ മുറിവുകൾ മാറ്റാൻ പറ്റും. ഖോൻഷുവിനെ അടച്ചു വെച്ചിരിക്കുന്ന ഉഷാബ്ദി അവര് പോകുന്ന പിരമിഡിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നീ അതെടുത്ത് പൊട്ടിച്ചാ മതി. ഖോൻഷു പുറത്തു വന്നോളൂ. അത് മാത്രമല്ല ലൈല, നിനക്ക് വേണമെങ്കിൽ എന്റെ അവതാരം ആയിക്കോ. ഞാൻ നിനക്ക് കുറെ പവറുകൾ തരാം. അങ്ങനെയാണെങ്കിൽ ഹാരോയെ തടയാൻ ഈസി ആയിരിക്കും. മാർക്ക് നിന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ഭയങ്കര ഇംപ്രസ് ആയി. നീ സൂപ്പറാ. അവതാരം അവനോ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് അറിയാം. എന്തായാലും ടെവരറ്റ് പറഞ്ഞത് ശരിയാന്ന് ലൈലയ്ക്ക് തോന്നി. ഇപ്പൊ ഒറ്റയ്ക്ക് പോയി ഹാരോയെ കൊല്ലാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ലൈല അവരുടെ കൂടെ തന്നെ ഗിസയിലെ പിരമിഡിലേക്ക് പോവാണ്. കുറെ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ട് എത്തി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ പിരമിഡിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അത്ര ഈസി അല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് തുറക്കുന്ന പോർട്ടലുകളിൽ കൂടിയാണ് അവതാരങ്ങൾക്ക് ഈ പിരമിഡിന്റെ ഉള്ളിലേക്ക് വരാൻ പറ്റാറുള്ളത്. പക്ഷേ ഹാരോ ഇപ്പൊ പഴയ പോലെയല്ല. അവന്റെ കയ്യിൽ അമിത്തിന്റെ ഉഷാബ്ദി ഉണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള അമിത്തിന്റെ മാന്ത്രികവടിയുണ്ട്. അയാൾ ആ മാന്ത്രികവടി വെച്ച് പിരമിഡിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയൊരുക്കുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് ദൈവങ്ങൾക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് ദൈവങ്ങളുടെ അവതാരങ്ങളൊക്കെ പെട്ടെന്ന് പിരമിഡിന്റെ ഉള്ളിലേക്ക് വന്ന് ഒരു മീറ്റിംഗ് കൂടാൻ തുടങ്ങി. എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആരോ അമിത്തിനെ തുറന്നുവിടാൻ നോക്കുന്നുണ്ടെന്ന്. ഈ പൊട്ടന്മാരെയാണ് ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. മര്യാദയ്ക്ക് ഖോൻഷുവും മാർക്കും കൂടി വന്ന് പറഞ്ഞതാണ് ഹാരോ അമിത്തിനെ തുറന്നുവിടാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോ ഇവന്മാർക്ക് ഒരു ചെറു വിരല് പോലും അനക്കാൻ വയ്യ. എന്നാ അതൊന്ന് അന്വേഷിച്ചൂടെ? അതിനും വയ്യ. മാർക്കും ഖോൻഷുവും നുണ പറയുമെന്ന് പറഞ്ഞ് ഹാരോയെ അവര് വെറുതെ വിട്ടു. എന്തായാലും അവർക്കധികം ചർച്ച ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഹാരോയും ആൾക്കാരും കൂടി നേരെ പിരമിഡിന്റെ ഉള്ളിലേക്ക് കയറി വരുവാണ്. ഈ ദൈവങ്ങളുടെ കാഴ്ചയൊക്കെ ആദ്യമായിട്ട് കണ്ട് ലൈലയോ അത്ഭുതപ്പെട്ടു. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരണ്ട. എങ്ങനെ വിധി നടപ്പിലാക്കണമെന്ന് എനിക്കറിയാം. എന്റെ വഴി മുടക്കി നിൽക്കരുത്. പക്ഷെ ദൈവങ്ങൾ അമിത്തിനും ഹാരോയ്ക്കും എതിരെ പോരാടാൻ തന്നെ തീരുമാനിച്ചു. ഹാരോയും വിട്ടുകൊടുത്തില്ല. അയാൾ ദൈവങ്ങൾക്ക് നേരെ അമിത്തിന്റെ മാന്ത്രികോടി വെച്ച് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്തുണ്ടായെന്നറിയോ? അമിത്തിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല. താഴെ വീണ് മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ദൈവങ്ങളുടെ അവതാരങ്ങളെയാണ് നമ്മൾക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. ഹാരോ അവരെയൊക്കെ കൊന്നുകളഞ്ഞു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവങ്ങളെ അല്ല കൊന്നത്, അവരുടെ അവതാരങ്ങളെയാണ് കൊന്നുകളഞ്ഞത്. ഇപ്പോ ആ ദൈവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീലിയോപോളിസ് എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷനിൽ ഉണ്ടാവും. അവർക്ക് വീണ്ടും ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് അവതാരമൊക്കെ ആക്കിയിട്ട് വേണം തിരിച്ചു വരാൻ. അപ്പോഴേക്കും ഹാരോയും അമിത്തും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നന്നായി പോയി. ഖോൻഷുവും മാർക്കും പറഞ്ഞത് കേൾക്കാത്ത ഈ ദൈവങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. ഹാരോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ലൈല ആരും കാണാതെ ഉള്ളിലേക്ക് കടക്കുന്നു. അവിടെ ദൈവങ്ങളെയൊക്കെ പൂട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഖോൻഷുവിനെ പൂട്ടിവെച്ചിരിക്കുന്ന ഉഷാബ്ദി കണ്ടുപിടിച്ച് പൊട്ടിക്കണം. ഇങ്ങനെയാണ് ടെവരറ്റ് ലൈലയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഖോൻഷു പുറത്തു വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മാർക്ക് മരിച്ചു കഴിഞ്ഞു. അവന്റെ ശരീരത്തിൽ ഇപ്പോ ആത്മാവില്ല. ആത്മാവ് ഡ്യുവാറ്റിൽ നിന്ന് ഒസൈരിസിന്റെ ഗേറ്റിക്കോടെ മാർക്കിന്റെ ശരീരത്തിലേക്ക് തിരിച്ച് കയറിയാൽ മാത്രമാണ് പുറത്തു വന്ന ഖോൻഷുവിന് മാർക്കിനെ അവതാരമാക്കി മൂൺ നൈറ്റ് ആക്കി മാറ്റാൻ പറ്റൂ. സോ ഖോൻഷു പുറത്തു വന്നതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. എന്തായാലും ദൈവങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ ഹാരോ അയാളുടെ പണി തുടങ്ങി. അയാൾ അമിത്തിന്റെ ഉഷാബ്ദി നിലത്ത് വെച്ച് പൊട്ടിക്കുവാണ്. അതോടെ നമ്മൾ ഇത്രയും നാൾ പേടിയോടെ പേര് മാത്രം കേട്ടിട്ടുള്ള രാക്ഷസ രൂപിയായിട്ടുള്ള അമിത് പുറത്തേക്ക് വരാൻ തുടങ്ങി. അമാനുഷികമായ വലിപ്പമുള്ള ക്രൂരത നിറഞ്ഞ മുതലയുടെ മുഖമാണ് അമിത് എന്ന് പറയുന്ന രാക്ഷസിക്ക്. പുരാണങ്ങളിൽ പറയുന്ന രൂപമല്ല ഇവിടെ അമിത്തിനുള്ളത്. പുരാണത്തിൽ മുതലയും സിംഹവും ഒക്കെ കൂടിച്ചേർന്ന പോലെയുള്ള രൂപമാണ് അമിത്തിനുള്ളത്. പക്ഷെ ഇവിടെ അമിത് ഒരു ദേവതയാണ്. ഒരുപാട് പേര് ആരാധിക്കുന്ന, എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്രൂരയായ ദേവത. അമിത്തിന്റെ വിശ്വരൂപം കണ്ട് ഹാരോയടക്കം അവളെ ആരാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിലത്തിരിക്കുവാണ്. അവർക്ക് അമിത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമായിരുന്നു. അമിത് ഒരു പ്രത്യേക തരത്തിൽ എല്ലാവരെയും നോക്കിച്ചിരിക്കുവാണ്. 2000 വർഷങ്ങൾക്ക് ശേഷമാണ് അമിത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. ലോകത്തിന് മുഴുവൻ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജഡ്ജ്മെന്റ് നടത്തണം, വിധി നടപ്പിലാക്കണം. ആരാണ് എന്നെ സ്വതന്ത്രയാക്കിയത്? അവരെന്റെ മുന്നിലേക്ക് വരൂ. എന്റെ മഹാദേവതയായ അമിത്, നിങ്ങളെ സ്വതന്ത്രയാക്കിയത് ഞാനാണ്. എന്റെ ജീവൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ദേവതയെ സ്വതന്ത്രമാക്കിയതിന് പകരമായി എനിക്കൊന്നും തന്നെ വേണ്ട. ഞാൻ നിങ്ങളുടെ ഒരു ഭക്തൻ മാത്രമാണ്. ആർതർ ഹാരോ, നിന്നെ എനിക്ക് അറിയാൻ സാധിക്കുന്നു. നിന്റെ സ്കെയിൽസ് ബാലൻസ്ഡ് അല്ല. നിന്റെ ത്രാസുകൾ സമമല്ല. നീ കുറ്റം ചെയ്തവനോ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവനോ ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് അമിത്തിന്റെ ഭക്തനും സേവകനുമാവുന്നത് വഴി ഒരു പരിഹാരം ലഭിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാവാൻ ഞാൻ സ്വയം വേദനിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോഴും പാപി തന്നെയാണെന്ന്. അതുകൊണ്ട് എന്റെ ദേവതയായ അമിത്തിന് എന്റെ ആത്മാവിനെ ഭക്ഷിക്കാം. നിങ്ങളുടെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തു തന്നെ സംഭവിച്ചാലും ഈ ലോകത്തിന് നല്ല മനുഷ്യർ മാത്രം നിറഞ്ഞൊരു സ്ഥലമാക്കി മാറ്റണം. എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ ദേവതയ്ക്ക് മുന്നിൽ ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുന്നു. അത് വേണ്ട ഹാരോ, നീ എന്റെ സേവകനായി തുടരുകയാണെങ്കിൽ നിന്റെ മരണം ഞാൻ നീട്ടിവെക്കാം. നീ ഇപ്പോൾ മരിക്കേണ്ടതില്ല. വിധി നടപ്പിലാക്കുന്നത് എന്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്കിനിയും എന്റെ സേവകനായി തുടരാം. ഒരുപാട് കാലം മുൻപ് എന്റെ അവസാനത്തെ അവതാരമായിരുന്നു അലക്സാണ്ടർ, ഒരു രാജാവ്. പക്ഷേ അവൻ മറ്റു ദൈവങ്ങളുടെ കൂടെ ചേർന്ന് എന്നെ ചതിച്ചു, എന്നെ തടവിലാക്കി. അലക്സാണ്ടറിനെ ഞാൻ ജഡ്ജ് ചെയ്ത സമയത്ത് അവന്റെ ത്രാസുകൾ തുല്യമായിരുന്നു. അവൻ പാപിയായിരുന്നില്ല. എന്നിട്ടും അവനും ദൈവങ്ങളും കാരണം ഞാൻ 2000 വർഷങ്ങൾ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. എന്നെ മോചിപ്പിച്ചത് നീയാണ് ഹാരോ. അതുകൊണ്ട് നിന്നിൽ ഞാൻ വിശ്വസിക്കും. എന്റെ വിധി നടപ്പിലാക്കേണ്ടത് നീയാണ്. എന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടത് നീയാണ്. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നന്ദിയുണ്ട് എന്റെ ദേവതയെ. ഈ പാപിയെ വിശ്വസിക്കുന്നതിന്, എന്നെ അവിടുത്തെ സേവകനായി തുടരാൻ അനുവദിക്കുന്നതിന്.
തന്നതിന് ഒരുപാട് നന്ദി. എന്റെ ജീവൻ അങ്ങേക്കുള്ളതാണ്. നിങ്ങളുടെ ആജ്ഞയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്കിപ്പോൾ ആവശ്യം ഒരു നല്ല അവതാരത്തിനെയാണ്. നിന്നിൽ ഞാൻ എന്റെ അവതാരത്തിനെ കാണുന്നു ഹാരോ. എന്നെ സേവിക്കാനും എന്റെ ആജ്ഞകൾ സ്വീകരിക്കാനും എന്റെ അവതാരമാകാനും നീ തയ്യാറല്ലേ? നിന്റെ കഴിഞ്ഞ കാലത്തെ ചിന്തകളും വേദനകളും നിന്നെ ഇനി വേട്ടയാടില്ല. ഇനി നീ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് മാത്രം. എന്റെ ദേവതയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. നിങ്ങളുടെ അവതാരമാകാൻ ഞാൻ എന്നും തയ്യാറാണ്. അങ്ങനെ പറഞ്ഞതോടെ ആർദർ ഹാരോ അമിത്തിന്റെ അവതാരമായിട്ട് മാറുകയാണ്. അയാളുടെ കണ്ണൊക്കെ തിളങ്ങാൻ തുടങ്ങി. ഈ സമയത്ത് ലൈല പോയി ദൈവങ്ങളെ പൂട്ടിവെച്ചിരിക്കുന്ന റൂമിൽ നിന്ന് ഖോൻഷുവിന്റെ പോലെ ഷേപ്പ് തോന്നിയ ഒരു കല്ലെടുക്കുവാണ്. അതായിരുന്നു ഖോൻഷുവിന്റെ ഉഷാബ്ദി. ടെവരറ്റ് പറഞ്ഞതുപോലെ ലൈല അത് നിലത്ത് വെച്ച് ചവിട്ടി പൊട്ടിക്കുവാണ്. അത് പൊട്ടിച്ച ഉടനെ അമിത് പുറത്തു വന്ന പോലെ തന്നെ ഖോൻഷുവും പുറത്തേക്ക് വന്നു. അവൻ പുറത്തേക്ക് വന്ന ഉടനെ മാർക്കിന്റെ അടുത്തേക്ക് പോകാനാണ് നോക്കുന്നത്. പക്ഷെ മാർക്ക് മരിച്ചെന്ന് ഖോൻഷുവിന് മനസ്സിലായി. എനിക്ക് ഈ ലോകത്ത് മാർക്ക് സ്പെക്ടറിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. മരിച്ചോ അവൻ? തീർച്ചയായിട്ടും മരിച്ചു കാണും. നിനക്ക് വേണ്ടി പോരാടിയാവും മരിച്ചത്. മാർക്ക് മരിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്കിപ്പോൾ പുതിയൊരു അവതാരത്തിന് ആവശ്യമുണ്ട്. ലൈല എൽ ഫോളി രാത്രി യാത്രക്കാരെ സംരക്ഷിക്കാനും എന്റെ പ്രതികാരത്തിന്റെ കൈകളാവാനും. താൻ തമാശ പറയണോ? ഞാനൊന്നും റെഡിയല്ല തന്റെ അവതാരമാവാൻ. തന്റെ അവതാരമായതുകൊണ്ട് മാർക്കിന്റെ ലൈഫ് ഇങ്ങനെയായി പോയത്. താൻ എന്നെ അവതാരമാക്കുന്നു വിചാരിച്ചിട്ടാ മാർക്ക് എന്നെ അകറ്റാൻ നോക്കിയത് പോലും. എന്നിട്ടിപ്പോ ഞാൻ തന്റെ അവതാരമാവണല്ലേ? മാനതയ്ക്ക് നോക്കി ഇരുന്നാ മതി. പക്ഷേ ഹാരോക്കെതിരെ നിനക്ക് ഒറ്റയ്ക്ക് പോരാടി ജയിക്കാനാവില്ല. അവന്റെ കൂടെ ഇപ്പോൾ അമിത്തുണ്ട്. നീ അവരെ എങ്ങനെയാണ് തടയുക? എനിക്കറിയില്ല. ഞാൻ പോരാടും. മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോരാടും. നീ എന്താണ് കീടമേ പറയുന്നത്? മാർക്ക് മരിച്ചത് എന്റെ കുറ്റമല്ല. അവന്റെ ശ്രദ്ധ കുറവാണ് അതിന് കാരണം. അവന് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് നല്ലൊരു പ്ലാനിലൂടെ മുന്നോട്ട് പോവാം. നിങ്ങളുടെ അവതാരമായി കഴിഞ്ഞ് എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ അതിന് തയ്യാറല്ല. മാർക്കിന് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. പക്ഷേ ഹാരോയും അമിത്തിനെയും തടയാൻ നമ്മൾക്ക് ഒരുമിച്ച് പോരാടാം. നിന്റെ അവതാരമായിട്ടല്ല, ഒറ്റയ്ക്ക്. ശരി, നമ്മൾക്ക് അമിത്തിനെ വീണ്ടും പൂട്ടണം. അവളെ പൂട്ടിയില്ലെങ്കിൽ ലോകം നശിക്കും. പക്ഷെ അമിത്തിനെ വീണ്ടും കല്ലിലടയ്ക്കണമെങ്കിൽ അതിന് അവതാരമാവേണ്ട ആവശ്യമുണ്ട്. അവതാരങ്ങൾക്ക് അത് ചെയ്യാനാവൂ. പക്ഷെ ലൈല എപ്പോഴും നോ ആണ് പറയുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഖോൻഷു പെട്ടെന്ന് അവിടെ നിന്ന് മാഞ്ഞുപോയി. അവൻ നേരെ വരുന്നത് അമിത്തിന്റെയും ഹാരോയുടെ മുന്നിലേക്കാണ്. അമിത് ഈ സമയത്ത് പുറത്തുള്ള എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുമായിരുന്നു. ആദ്യം ഇപ്പൊ വരെ നിൽക്കുന്ന ഈജിപ്തിലെ കൈറോ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെയും അത് കഴിഞ്ഞ് ലോകത്തിലെ മുഴുവൻ ആളുകളെയും ജഡ്ജ് ചെയ്യാനാണ് അമിത്തിന്റെയും ഹാരോയുടെയും ബാക്കിയുള്ളവരുടെയും പ്ലാൻ. രണ്ട് ശത്രുക്കളായിട്ടുള്ള ദൈവങ്ങളാണ് ഇപ്പൊ നേർക്ക് നേരെ നിൽക്കുന്നത്, ഖോൻഷുവും അമിത്തും. ഖോൻഷുവിനെ കണ്ട് പരിഹസിച്ചുകൊണ്ട് അമിത് ചോദിക്കാൻ തുടങ്ങി, സമയം നിന്നോടൊട്ടും ദയവ് കാണിച്ചില്ലല്ലേ ഖോൻഷു? നിന്റെ രൂപം നോക്ക്. നീ എന്റെ രൂപം നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ ലക്ഷ്യം എന്തായാലും അത് ഞാൻ നടത്തിക്കില്ല. എങ്കിൽ നമുക്കത് പോരാടി തന്നെ തീരുമാനിക്കാം ഖോൻഷു. ഈ സമയത്ത് ഹാരോയ്ക്ക് മനസ്സിലായി ഖോൻഷുവിനെ തുറന്നുവിടാനായിട്ട് ആരോ ഇവിടേക്ക് കയറിയിട്ടുണ്ടെന്ന്. ഹാരോ ആളുകളോട് പെട്ടെന്ന് പോയി അതാരാന്ന് നോക്കാൻ പറയുന്നു. പെട്ടെന്ന് സീൻ ചേഞ്ച് ആവുമ്പോൾ സ്വർഗ്ഗമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് റീഡ്സ്. അവിടെ കയ്യിൽ തന്നെ ഹൃദയം പിടിച്ച് മാർക്ക് നിൽക്കുന്നുണ്ട്. തൊട്ടുപിന്നിൽ ടെവരറ്റും ഉണ്ട്. സ്റ്റീവൻ മരുഭൂമിയിൽ ഉറഞ്ഞു പോയതുകൊണ്ട് തന്നെ അവന്റെ ഹൃദയത്തിന് ഇപ്പൊ പ്രസക്തിയില്ല. മാർക്കിന്റെ ഹൃദയം കംപ്ലീറ്റ് ആണ്. എല്ലാ രഹസ്യങ്ങളും മാർക്കിന് അറിയാമല്ലോ. അതുകൊണ്ട് അവന്റെ യാത്ര അവസാനിച്ചു. ഇതാണ് സ്വർഗം. മാർക്ക് എന്നും ആഗ്രഹിച്ച സമാധാനം നിറഞ്ഞൊരു കാലമാണ് ഈ സ്വർഗം അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അവൻ എല്ലാ കാലത്തേക്കും ഇവിടെ സമാധാനമായിട്ട് ഇഷ്ടമുള്ളതുപോലെ കഴിയാം. മാർക്ക്, ഇതിലെ നീ ആഗ്രഹിച്ചിരുന്ന, നിനക്ക് ഒരിക്കലും കിട്ടാതിരുന്ന സമാധാനം, നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്വർഗമായത്. ഇവിടെ നിനക്ക് ഫൈറ്റ് ചെയ്യണ്ട, ആരെയും പേടിക്കണ്ട. അപ്പൊ സ്റ്റീവൻ പോയി മാർക്ക്. അവനിപ്പോഴും ഡ്യുവാറ്റി തന്നെയാ ആ മരുഭൂമിയിൽ. നീ നിന്റെ സമാധാനം ആസ്വദിക്ക്. അത് പറ്റില്ല ടെവരറ്റ്. സ്റ്റീവന് വേണ്ടി എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതങ്ങനെ പറ്റില്ലല്ലോ മാർക്ക്. നീ ഈ സ്വർഗം വിട്ടുകഴിഞ്ഞാൽ പിന്നെ നിനക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. നീയോ ആ മരുഭൂമി പെട്ടുപോകും. നീയും സ്റ്റീവനെ പോലെ അവിടെ മരുഭൂമിയുടെ മാഗമായിട്ട് ഉറഞ്ഞു നിൽക്കേണ്ടി വരും. എന്തായാലും നിനക്കിനി സ്റ്റീവന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനമില്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ സ്റ്റീവനെ മറന്ന് ഇവിടെ സമാധാനത്തോടെ ഇരിക്കണം എന്നാണോ? എന്നെ കൊണ്ടത് പറ്റില്ല. സ്റ്റീവനോടെ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഉറഞ്ഞു നിൽക്കുമ്പോ എനിക്ക് എങ്ങനെയാ സമാധാനം കിട്ടുക? എനിക്ക് ഈ സമാധാനം വേണ്ട. ഞാൻ സ്റ്റീവന് വേണ്ടി തിരിച്ചു പോവാ, എന്ത് സംഭവിച്ചാലും ശരി. അങ്ങനെ പറഞ്ഞ് മാർക്ക് സ്റ്റീവന് വേണ്ടി തിരിച്ചോടാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, മാർക്ക് എന്നും ആഗ്രഹിച്ച സമാധാനം അവന് കിട്ടി. എന്നിട്ടും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അവൻ തിരിച്ച് അപകടം പിടിച്ച ആ മരുഭൂമിയിലേക്ക് സ്റ്റീവന് വേണ്ടി ഓടുന്നത്. അവൻ പിന്നിലോട്ട് ഓടിയതും അവിടെ സ്വർഗ്ഗമില്ലാതെയായി. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. മാർക്ക് സമയം പാഴാക്കാതെ സ്റ്റീവന്റെ അടുത്തേക്ക് ഓടുവാണ്. ഈ സമയത്ത് അമിത് ഒരിക്കൽ കൂടി ഖോൻഷുവിനെ തന്റെ സൈഡാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിധി നടപ്പിലാക്കുന്നതിൽ നിനക്ക് എന്താണ് ഖോൻഷു പ്രശ്നം? തെറ്റ് ചെയ്തവരെയും ചെയ്യാൻ പോകുന്നവരെയും ഞാൻ ഇല്ലാതെയാക്കും. എങ്കിൽ നീ എന്തുകൊണ്ട് ഹാരോയെ കൊന്നില്ല? എന്തിനു നീ ഹാരോയെ വെറുതെ വിട്ടു? അത് തന്നെ നിന്റെ വിധി നടപ്പിലാക്കൽ ശരിയല്ലെന്നുള്ളതിന്റെ തെളിവാണ്. എന്താ ഖോൻഷു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവതാരത്തിനെ കിട്ടിയത് കണ്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? നിന്റെ അവതാരങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കാറില്ലല്ലോ. എന്നിട്ട് എന്തിനാണ് അമിത്? എന്ത് വിധിയാണ് നീ നടപ്പിലാക്കുന്നത്? നീ പറയുന്നത് പോലെ വിധി നടപ്പിലാക്കിയാൽ ലോകത്തിലെ ഭൂരിഭാഗം പേരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. എന്റെ ദേവത, ഖോൻഷു പറയുന്നത് ശ്രദ്ധിക്കണ്ട. നിങ്ങളെ തിരിച്ച് കല്ലിലടയ്ക്കാനാണ് ഖോൻഷു പ്ലാൻ ചെയ്യുന്നത്. അതിന് നിന്നു കൊടുക്കരുത്. നമുക്ക് നമ്മളുടെ കർമ്മങ്ങളിലേക്ക് കടക്കാം. ലോകത്തിനെ ശുദ്ധീകരിക്കാം. പെട്ടെന്ന് വീണ്ടും ഡ്യുവാറ്റാണ് കാണിക്കുന്നത്. അവിടെ സ്റ്റീവന് ആ മരുഭൂമി ഏറെക്കുറെ തന്റെ ഭാഗമാക്കി കഴിഞ്ഞു. അവനെ മണ്ണുകൊണ്ട് മൂടാൻ തുടങ്ങി. അവിടെ അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന സ്റ്റീവന്റെ അടുത്ത്
അടുത്തേക്ക് മാർക്ക് ചെന്ന് മുട്ടുകുത്തിയിരിക്കുവാണ്. സ്റ്റീവൻ ഒന്നും കേൾക്കാൻ പറ്റില്ലെന്ന് അറിയുമെങ്കിലും മാർക്ക് അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ സ്റ്റീവൻ, എപ്പോഴും നീ എന്നോട് വഴക്ക് കൂടാറുള്ളതല്ലേ, ഇപ്പൊ എന്തോന്നും പറയാത്തത്? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ, അതായത് എന്റെ കുട്ടിക്കാലത്ത് അന്ന് എന്നെ രക്ഷിച്ചത് നീയാടാ. നീ മാത്രം. എനിക്കുണ്ടായിരുന്ന വേദനകൾ മറക്കാൻ, എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാൻ നീയായിരുന്നു ഒരേ ഒരു കാരണം. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും നീ ഉള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ആ വിഷമം കാരണം ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ഒന്നും നീ ഉണ്ടായിരുന്നു. എന്റെ വേദനകളിൽ നിന്നും ട്രോമകളിൽ നിന്നും ഒക്കെ നിന്നെ മാറ്റി നിർത്താൻ ഞാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവസാനം ഞാൻ തോറ്റുപോയി. പക്ഷെ എല്ലാ സത്യം പറഞ്ഞിട്ട് നീ എന്നെ കൈവിട്ടില്ലല്ലോ സ്റ്റീവൻ. നീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുക മാത്രമേ ചെയ്തേ. അതൊന്നും എന്റെ തെറ്റല്ലെന്ന് നീ എന്നോട് പറഞ്ഞു. നീ അല്ലാതെ വേറെ ആരും എന്നോട് അത് പറഞ്ഞിട്ടില്ല. എനിക്കിതിനെ വിശ്വാസമുണ്ട്. നിനക്കറിയാം, ഞാൻ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ മുഴുവൻ സമാധാനമായിരുന്നു. പക്ഷെ നീ ഇല്ലാതെ എങ്ങനെയാ സ്റ്റീവ എനിക്ക് സമാധാനം കിട്ടുക? അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു ഓടി വന്നതാ. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ അത് ഒരുമിച്ച്. നിന്നെ ഞാൻ കൈവിടില്ലടാ. നീ ഞാൻ തന്നെയാ. ഞാൻ കോൺഷ്യുവിന്റെ അവതാരമായതല്ല എനിക്കുള്ള ഏറ്റവും വലിയ സൂപ്പർ പവർ. എക്കാലത്തും എന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ നീ മാത്രമായിരുന്നു സ്റ്റീവൻ. നീയാണ് എന്റെ ഹീറോ. അതെന്തോ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ പറയുന്നതോടെ സ്റ്റീവന് സംഭവിച്ചതുപോലെ മാർക്കിന് സംഭവിക്കുകയാണ്. ആ മരുഭൂമി മാർക്കിനെയും അതിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. മാർക്കും അനങ്ങാൻ പറ്റാതെ ആ മരുഭൂമിയിൽ ഉറഞ്ഞുപോയി. പക്ഷെ അതിനു മുന്നേ മാർക്ക് തന്റെ ഹൃദയം എടുത്ത് സ്റ്റീവന്റെ കയ്യിൽ വെക്കുന്നുണ്ട്. ഒരു നിമിഷം കഴിഞ്ഞ് ഒസൈരിസിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറക്കാൻ തുടങ്ങി. അവരുടെ കയ്യിലുള്ള ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. അത് മാഞ്ഞുപോയി. അതായത് ഇപ്പൊ ആ ഹൃദയമാണ് രണ്ടുപേരും ഷെയർ ചെയ്യുന്നത്. അത് രണ്ടു പേരിലേക്കും അലിഞ്ഞു ചേർന്ന്. അങ്ങനെ സംഭവിച്ചതോടെ മാർക്കും സ്റ്റീവനും രണ്ടുപേരും വീണ്ടും തിരിച്ചു വരുവാണ്. അനങ്ങാൻ പറ്റാതെ നിന്നവർക്ക് രണ്ടുപേർക്കും വീണ്ടും അനങ്ങാൻ പറ്റി. എന്തായാലും സ്റ്റീവനും മാർക്കിനെ വീണ്ടും കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. മാർക്ക് തനിക്ക് വേണ്ടി തിരിച്ചു വന്നെന്ന് സ്റ്റീവന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒസൈരിസിന്റെ ഗേറ്റ് അവർക്ക് മുന്നിൽ തുറക്കുന്നു. ഈ ഗേറ്റ് തുറന്നാലാണ് അവർക്ക് തിരിച്ച് ശരിക്കുള്ള ജീവിതത്തിലേക്ക് പോകാൻ പറ്റൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെവറ്റ് പറഞ്ഞതുപോലെ ഹാർട്ട് ബാലൻസ് ആയാലാണ് ഒസൈരിസിന്റെ ഗേറ്റ് തുറക്കൂ. ഇവിടെ മാർക്കിന്റെ ഹാർട്ട് ബാലൻസ് ആയി. ആ ഹാർട്ടാണ് ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഷെയർ ആയി കിട്ടിയിരിക്കുന്നത്. അതായത് മാർക്കിന്റെയും സ്റ്റീവന്റെയും ഹൃദയം ഇപ്പൊ ബാലൻസ്ഡ് ആണ്. അവർക്ക് രണ്ടുപേർക്കും എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി. അതുകൊണ്ടാണ് ഒസൈരിസിന്റെ ഗേറ്റ് അവർക്ക് മുന്നിൽ തുറക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. മാർക്കും ഖോൺഷുവും കൂടി ഹാരോമിത്തിനെ തുറന്നുവിടാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒസൈരിസ് അത് കേട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഹാരോമിത്തിനെ തുറന്നുവിട്ടത്. മറ്റു ദൈവങ്ങളുടെ അവതാരങ്ങളെ കൊന്ന കൂട്ടത്തിൽ ഒസൈരിസിന്റെ അവതാരത്തിനെയും ഹാരോ കൊന്നുകളഞ്ഞു. അപ്പൊ മാർക്ക് സ്പെക്ടർ ശരിയായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഒസൈരിസിന്റെ അറിവോടുകൂടി ഒസൈരിസിന്റെ ഗേറ്റ് തുറക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അവതാരം മരിച്ചാലും ദൈവം മരിക്കുന്നില്ല. ഈ സമയത്ത് പിരമിഡിന്റെ ഉള്ളിൽ ഖോൺഷുവും അമിത്തും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പൊ പിന്നിലെ മരുഭൂമിയിലെ മണൽ അവർക്ക് നേരെ ഒരു സുനാമി പോലെ വരുന്നുണ്ട്. ഒസൈരിസിന്റെ ഗേറ്റ് തുറന്നെങ്കിലും മരുഭൂമി നിൽക്കുന്നിടത്തോളം കാലം അവർ അപകടത്തിലാണ്. ആ മരുഭൂമി അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പെട്ടെന്ന് മണലും കൊണ്ടുവരുന്നത്. ഇപ്പൊ മാർക്കിന് എന്തോ കാരണം കൊണ്ട് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. അവന്റെ കാലിപ്പോഴും ശരിയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റീവൻ അവനെ പിടിച്ച് പെട്ടെന്ന് ഒസൈരിസിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അവിടെ പിരമിഡിലാണെങ്കിൽ അമിത്ത് ഖോൺഷുവിനെ നന്നായിട്ട് തന്നെ പഞ്ഞിക്കിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ രണ്ടുപേരുടെയും രൂപം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അമിത് നല്ലൊരു ഗടാഗടീനായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ആരോഗ്യവും പുഷ്ടിയും ഒക്കെ ഉള്ള ഒരു ശരീരം. നമ്മളുടെ ടെവരറ്റ് ആയാലും അങ്ങനെ തന്നെയാ. പക്ഷെ ഖോൺഷുവിന്റെ ശരീരം അങ്ങനെയല്ല. ഒരു അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ശോഷിച്ച് ജീർണിച്ചു പോയ പോലെയാണ് ഖോൺഷു ഇരിക്കുന്നത്. ഒരുപക്ഷെ ദൈനീഡ് എന്ന് പറയുന്ന ദൈവങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് അതിന്റേതായ കുറെ പ്രശ്നങ്ങളും ശക്തിയില്ലായ്മയും ഒക്കെ ഖോൺഷുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. മാർക്കും സ്റ്റീവനും ആ ഗേറ്റിൽ കൂടെ കടക്കുന്നതിന് മുന്നേ തന്നെ ആ മണൽ സുനാമി അവരുടെ അടുത്തേക്ക് എത്തി. പക്ഷെ അപ്പോഴാണ് കപ്പലും കൊണ്ട് ടെവരറ്റ് വരുന്നത്. ആക്ച്വലി ടെവരറ്റ് എങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പൊ മാർക്കും സ്റ്റീവനും തിരിച്ചു പോകേണ്ടത് ടെവരറ്റും കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ടെവരറ്റ് കപ്പൽ കൊണ്ടുവന്ന് ആ മണലിനെ വകഞ്ഞു മാറ്റുവാണ്. സ്റ്റീവൻ ഹിപ്പോക്ക് ജയ് വിളിക്കുന്നു. ടെവരറ്റ് അവരോട് പെട്ടെന്ന് പോയി ഹാരോയും അമിത്തിനെയും തടയാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അമിത് ഖോൺഷുവിനെ കൊല്ലാറായി. നിനക്ക് ഞാൻ ഒരു അവസരം കൂടി തരാം ഖോൺഷു. നീ എന്നോട് ജീവന് വേണ്ടി യാചിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. നിന്നോട് യാചിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. അതിലെനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് നിന്നെ അന്നും പേടിയില്ല, ഇന്നും പേടിയില്ല. ഈ കറക്റ്റ് സമയത്ത് മാർക്കും സ്റ്റീവനും കൂടി ഒസൈരിസിന്റെ ഗേറ്റ് കടക്കുവാണ്. അതായത് മരിച്ചു കിടക്കുന്ന മാർക്കിന്റെ ബോഡിയിലേക്ക് അവന്റെ ആത്മാവ് തിരിച്ചു വന്നു കഴിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് മാർക്ക് തിരിച്ചു വന്ന കാര്യം ഖോൺഷുവിന് സെൻസ് ചെയ്യാൻ പറ്റി. ഖോൺഷു പെട്ടെന്ന് അവിടുന്ന് വാഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ അമിത്തിന്റെ അടി ഖോൺഷുവിന് കൊണ്ടില്ല. ഹൃദയത്തിൽ 2 വെടി ഏറ്റിട്ടുണ്ടെങ്കിലും ഖോൺഷുവിന്റെ അവതാരമായി കഴിഞ്ഞാൽ പിന്നെ മുറിവിനൊന്നും പ്രസക്തിയില്ല. തിരിച്ചു വന്ന മാർക്കിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. എങ്ങനെയാണ് ആദ്യമായിട്ട് ഖോൺഷു തന്നെ അവതാരമാക്കിയതെന്നും അത് കഴിഞ്ഞുണ്ടായ കാര്യങ്ങളും അവൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. 2 വെടിയുണ്ടകൾ അവന്റെ നെഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് വീഴുവാണ്. അങ്ങനെ മാർക്ക് സ്പെക്ടർ വീണ്ടും ഖോൺഷുവിന്റെ സ്വന്തം പോരാളിയായി മാറുകയാണ്. ദ മൂൺ നൈറ്റ്. അങ്ങനെ മാർക്കിന് വീണ്ടും മൂൺ നൈറ്റ് സ്യൂട്ട് കിട്ടുവാണ്. അവിടെ പുറത്ത് ഖോൺഷു നിൽക്കുന്നുണ്ടായിരുന്നു. ഖോൺഷു, നീ എന്നെ മിസ് ചെയ്തോ? എന്തായാലും ലൈല നിന്റെ അവതാരവാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഹാരോ അമിത്തിനെ തുറന്നു വിട്ടിരിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് അമിത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് മാർക്ക് സ്പെക്ടർ. പെട്ടെന്ന് സ്റ്റീവൻ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കുവാണ്. അതായത് ഇപ്പൊ മാർക്കിന്റെ മൂൺ നൈറ്റിൽ നിന്ന് സ്റ്റീവന്റെ മിസ്റ്റർ നൈറ്റ് ആയി മാറി. ഹായ് ഖോൺഷു, ഞാൻ തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ഡീല് എങ്ങനെ വർക്കാവുന്നത്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വേണം. സ്റ്റീവൻ ഗ്രാൻഡ്, ഞാൻ മാർക്കിനോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു കോംബോ ഓഫർ പോലെയാ, ഒന്നെടുത്ത് വരണം ഫ്രീ. അപ്പോ നമ്മൾ തമ്മിലുള്ള ഡീലിന്റെ കാര്യം ഞാനും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അത് മാത്രമല്ല, ഞങ്ങൾ ടെവരറ്റിനോട് പറഞ്ഞ് ടെവരറ്റ് ലൈലയോട് പറഞ്ഞതുകൊണ്ടാ ലൈല നിങ്ങളുടെ ഉഷാബ്ദി പൊട്ടിച്ച് നിങ്ങളെ ഫ്രീ ആക്കിയത്. അത് മറക്കണ്ട. എന്തായാലും താങ്ക്സ് ഒന്നും പറയണ്ട. നിങ്ങൾ ഈ ഡീലിന്റെ കാര്യം ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. അപ്പൊ പറ, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെ ഒരു സമയത്താണോ നീ എന്നോട് ഡീലിനെ പറ്റി സംസാരിക്കുന്നത്? നാണമില്ലേ നിനക്ക്? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഞങ്ങൾ മരിക്കാൻ കിടക്കുമ്പോഴല്ലേ ഖോൻഷ് ഞങ്ങളുടെ അടുത്ത് ഡീല് പറഞ്ഞത്? അങ്ങനെയല്ലേ ഞങ്ങൾ അവതാരമാക്കിയത്? ഇതൊക്കെ ഖോൻഷ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാ ഒരു കാര്യം പറയാം, അമിത്തിൽ നിന്ന് ലോകത്തിനുള്ള അപകടം എപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പൊ തന്നെ ഞങ്ങളെ ഫ്രീ ആക്കണം. പറ്റോ ഇല്ലയോ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാര്യം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഫ്രീ ആക്കാം. ഓക്കെ. അപ്പൊ ഇനി അതിലൊരു മാറ്റമില്ല കേട്ടോ. അല്ല ഖോൻഷു, നമ്മളെങ്ങനെയാ ഇവിടുന്ന് ഈജിപ്തിലെ കൈറോയിലുള്ള ആ പിരമിഡിലേക്ക് എത്താൻ പോകുന്നേ? നീ എന്നെ വില കുറച്ച് കാണുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യരുത് കീടമേ. ഞാനിപ്പോഴും രാത്രിയിലെ ആകാശത്തിന്റെ ദേവനാണ്. ഖോൻഷു അങ്ങനെ പറഞ്ഞ് കൈകൾ ഉയർത്തിയതും അവിടെ പകല് മാറി രാത്രിയാവാൻ തുടങ്ങി. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. കൊത്ത രാജുവിന് പകരം കൊത്ത ഖോൻഷു. ഖോൻഷു പറയുമ്പോ രാത്രി, ഖോൻഷു പറയുമ്പോ പകൽ. ഇപ്പൊ സ്റ്റീവൻ ബോഡിയുടെ കൺട്രോൾ മാർക്കിന് കൊടുക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ നൈറ്റിൽ നിന്ന് വീണ്ടും മൂൺ നൈറ്റ് ആയി മാറി. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ മാർക്കും സ്റ്റീവനും തമ്മിൽ ബോഡി കൈമാറുന്നത് ഭയങ്കര സ്പീഡായി. അതായത് അവർ തമ്മിൽ ഹൃദയം ഷെയർ ചെയ്ത് കഴിഞ്ഞതോടെ, എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞതോടെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുകയാണ്. ആരെപ്പോ ബോഡിയുടെ കൺട്രോൾ എടുക്കണമെന്ന് അവർ തമ്മിൽ ഇപ്പൊ വലിയ തർക്കങ്ങളില്ല. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു മൂൺ നൈറ്റ് രാത്രി മാത്രമാണ് വരിക എന്ന്. പക്ഷെ നമ്മളിപ്പോ തന്നെ മൂൺ നൈറ്റ് സ്യൂട്ട് ഇട്ട് അവർ പകൽ നിൽക്കുന്നത് കണ്ടതാണ്. പക്ഷെ രാത്രി ചന്ദ്രനുള്ള സമയത്തായിരിക്കും അവർക്ക് പവർ കൂടുതൽ. അതുകൊണ്ടായിരിക്കാം ഖോൻഷു ഇപ്പൊ പകല് മാറ്റി രാത്രിയാക്കിയത്. അതുപോലെ രാത്രിയാക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനം മാറ്റുകയൊന്നുമല്ല ഖോൻഷു ചെയ്യുന്നത്, ആകാശത്തിലെ കാഴ്ചയെ മാത്രമാണ് മാറ്റുന്നത്. മൂൺ നൈറ്റിന് പറക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മൂൺ നൈറ്റിന് പറക്കാൻ പറ്റും. അവന്റെ കഴിവുകൾ ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ളപ്പോഴോ മൂൺ നൈറ്റിന് ഖോൻഷുവിന്റെ സഹായത്തോടെ പറക്കാൻ സാധിക്കും. അങ്ങനെ മൂൺ നൈറ്റ് നേരെ കൈറോയിലേക്ക് പറക്കുവാണ്. ഈ സമയത്ത് പിരമിഡിന്റെ ഉള്ളിൽ ഹാരോയുടെ അറ്റാക്ക് ഏറ്റ് താഴെ വീണ് കിടന്നിരുന്ന ഒസൈരിസിന്റെ അവതാരം എണീക്കുവാണ്. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ മരിക്കാറായി. ഈ സമയത്ത് ലൈല വന്ന് അയാൾ എണീപ്പിക്കുവാണ്. ഖോൻഷുവിനെ തുറന്നുവിട്ടത് ഞാനാന്ന് ലൈല പറയുന്നുണ്ട്. എങ്ങനെയാണ് അമിത്തിനെ പൂട്ടുക എന്ന് ലൈല ചോദിക്കുന്നു. അപ്പൊ മരിച്ചു വീഴുന്നതിന് മുന്നായിട്ട് ഒസൈരിസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമിത്തിനെ പൂട്ടണമെങ്കിൽ പണ്ടത്തെ പോലെ കല്ലിൽ അടച്ചാൽ പോരാ, അതിന് ബുദ്ധിമുട്ടാണ്. അതിനു പകരം അമിത്തിനെ ജീവനുള്ള ഒരു മനുഷ്യനിലേക്ക് ആവാഹിക്കണം. അങ്ങനെ ആവാഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊന്നു കഴിയുമ്പോൾ അമിത്വം ഇല്ലാതെയാവും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക ചേംബറിൽ പോകണം, എന്നിട്ട് ചില പ്രത്യേക മന്ത്രവിധികൾ ചെയ്യണം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ കുറച്ച് ദൈവങ്ങളുടെ അവതാരങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഒസൈരിസിന്റെ അവതാരം മരിച്ചു വീണു. അപ്പോഴാണ് ലൈലയ്ക്ക് മനസ്സിലായത് ഖോൻഷു പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. അവതാരങ്ങൾ വിചാരിച്ചാലേ അമിത്തിനെ വീണ്ടും പൂട്ടാൻ പറ്റൂ. ഈ സമയത്ത് നേരത്തെ തന്നെ അവതാരമാക്കാമെന്ന് പറഞ്ഞ ടെവരറ്റിന്റെ കാര്യം ലൈലയ്ക്ക് ഓർമ്മ വരുവാണ്. അവൾ പേടിയോട് ചോദിക്കാൻ തുടങ്ങി, ഹലോ ടെവരറ്റ്, നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? നീ എന്നെ വിളിച്ചോ ലൈല? ഇത് കേട്ട് ലൈല അങ്ങോട്ട് ഞെട്ടിപ്പോയി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ടെവരറ്റ് ഡെഡ് ബോഡി കൂടെയാണ് സംസാരിക്കുന്നത്. ഒസൈരിസിന്റെ മരിച്ചു വീണ് കിടക്കുന്ന അവതാരത്തിൽ കൂടെ ടെവരറ്റ് സംസാരിക്കാൻ തുടങ്ങി. ഈ ശബ്ദം ഹാരോയും കേൾക്കുന്നുണ്ട്. ലൈല പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കുന്നു. ഹാരോ അത് കാണുകയും ചെയ്തു. ഹാരോ ലൈലയെ കൊല്ലാൻ വേണ്ടി അവൾ നിൽക്കുന്ന ഭാഗം മുഴുവൻ തകർക്കാൻ നോക്കുവാണ്. അയാളുടെ കയ്യിലുള്ള മാന്ത്രികോടി വെച്ച് ആ ഭാഗമൊക്കെ പതുക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ഇപ്പൊ ലൈല ടെവരറ്റിനെ തന്നെ അവതാരമാക്കിക്കോളാൻ പറയുവാണ്. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള അവതാരം, അല്ലാതെ എല്ലാ കാലത്തേക്കും അവതാരമായി നടക്കാനൊന്നും ലൈലയ്ക്ക് വയ്യ. ഇപ്പൊ ടെവരറ്റ് ലൈലയുടെ ബോഡി കൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളുടെ അന്യനിലൊക്കെ കണ്ടതുപോലെ ടെവരറ്റ് ലൈലയുടെ ബോഡിയിലേക്ക് കയറാൻ തുടങ്ങി. വോ ലൈല, നീ നിന്റെ മനസ്സ് മാറ്റിയല്ലേ? നിന്റെ എന്റെ അവതാരമാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഓക്കെ എന്നെ അവതാരമാക്കിക്കോ, പക്ഷെ ടെമ്പററി, ഇന്നത്തേക്ക് മാത്രം. ഓ അതിനെന്താ, ആദ്യം ടെമ്പററി പിന്നെ പെർമനന്റ്. അല്ല ലൈല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ. നീ ഇങ്ങനെ എന്റെ അവതാരം എന്ന് അറിഞ്ഞാൽ നിന്റെ അച്ഛന് ഭയങ്കര സന്തോഷവും. എന്റെ അച്ഛൻ അറിഞ്ഞാലോ? എന്റെ അച്ഛന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാവുന്ന ലൈല? നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞാനല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വിട്ടത്. അന്ന് ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചതാ. ഓക്കെ, താങ്ക് യു ടെവരറ്റ്. ദേവിടെ ഇടിഞ്ഞു വീണോണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യ്. ഈ സമയത്ത് ടെവരറ്റ് ലൈലയെ അവളുടെ അവതാരമാക്കുവാണ്. ലൈലയ്ക്ക് വേണ്ടി ഒരു അടിപൊളി സ്യൂട്ട് താൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നും ടെവരറ്റ് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹാരോ ആ പിരമിഡിന്റെ ഏറ്റവും മുകളിലേക്ക് കയറുവാണ്. എന്നിട്ട് അമിത്തിന്റെ മന്ത്രവാടി ഉപയോഗിച്ച് അയാൾ എന്തോ ചെയ്യുന്നു. അതോടെ കൈറോയിൽ പല സ്ഥലത്തായിട്ടുള്ള ഹാരോയുടെ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക കഴിവ് കിട്ടി, ആളുകളെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ്. അവരുടെ കയ്യിലും ഒരു ത്രാസിന്റെ ചിഹ്നം വരുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഹാരോ ചെയ്യാറുള്ളത് പോലെ മറ്റുള്ളവരുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ജഡ്ജ് ചെയ്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. പവർ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഹാരോയുടെ ആളുകൾ ചുറ്റും നിന്ന് ജനങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഭൂരിഭാഗം പേരും മരിച്ചു വീണു. രക്ഷപ്പെടുന്നത് കുറച്ചുപേർ മാത്രമാണ്. അങ്ങനെ മരിച്ചു വീഴുന്നവരുടെയൊക്കെ ആത്മാക്കൾ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. ഇപ്പൊ അത് ഡ്യുവാറ്റിലേക്കല്ല പോകുന്നത്, പകരം നമ്മൾ പുരാണങ്ങളിൽ കേട്ടതുപോലെ ഈ ആത്മാക്കളെ അമിത്ത് വിഴുങ്ങാൻ തുടങ്ങി. ആത്മാക്കളെ വിഴുങ്ങുന്നതോടെ അമിത്തിന്റെ ശക്തി കൂടി വന്നു. അമിത്തിന്റെ വലിപ്പവും ഒരുപാട് വർദ്ധിച്ചു. അമിത്ത പിരമിഡിനേക്കാൾ വലുതാവാൻ തുടങ്ങി. ഈ ദൈവങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ അവയുടെ ലോകം വളരെ വിചിത്രമാണ്, മാജിക്കലാണ്, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പക്ഷെ ദൈവങ്ങളുടെ കഥകൾ കേട്ടിരിക്കാൻ അതിലേറെ രസം
രസവുമാണ്. നിലവിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവങ്ങളായി മനുഷ്യർ കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാ ദൈവങ്ങളും നല്ലവരാണോ? ഒരിക്കലും അല്ല. അങ്ങനെ ദൈവങ്ങളെയൊക്കെ കൊല്ലാൻ ആരെങ്കിലും ഒരാൾ ശപഥം എടുത്തിട്ടുണ്ടെങ്കിലോ അയാളെ തടയാൻ പറ്റുമോ? അറിയില്ല. അകലിൽ നിന്ന് മൂൺ നൈറ്റ് പറന്നു വരുന്നത് കണ്ട് ഹാരോയ്ക്ക് പ്രശ്നമെന്ന് മനസ്സിലായി. അയാൾ മൂൺ നൈറ്റിനെ തടയാൻ വേണ്ടി അവന്റെ നേരെ ചാടുവാണ്. മൂൺ നൈറ്റ് നേരെ ആ പിരമിഡിൽ വന്നിറങ്ങി ഓടിച്ചെന്ന് ചാടി ഹാരോയുടെ താടിക്കിട്ട് തന്നെ നല്ലൊരു കിക്ക് അങ്ങോട്ട് കൊടുത്തു. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കിക്ക്. അപ്പോഴാണ് ഉള്ളിൽ നമ്മളുടെ ലൈല ടേവരറ്റിന്റെ പുതിയ അവതാരമായിട്ട് അങ്ങോട്ട് വരുന്നത്. നമ്മളുടെ സ്കാരബിന്റെ ഷേപ്പിലാണ് അവളുടെ സ്യൂട്ടിലെ ചെറുകും ഡ്രസ്സും ഒക്കെ ഇരിക്കുന്നത്. സ്കാർലെറ്റ് സ്കാരബ് എന്നും ഈ ഒരു സ്യൂട്ടിനെ വിളിക്കാറുണ്ട്. ലൈലയെ കണ്ട് ക്രഷ് അടിക്കാത്തവർ വളരെ കുറവായിരിക്കും, ശരിയല്ല? ഹാരോയും അമിത്തും ഖോൻഷുവും ലൈലയും കൂടി ഒരു വമ്പൻ ഫൈറ്റ് ആണ് നടക്കുന്നത്. ഖോൻഷുവിനും അവന്റെ രൂപം ഒരുപാട് വലുതാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഖോൻഷു അമിത്തിനോളം തന്നെ വളർന്ന് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഖോൻഷു അമിത്തിനെ നിലത്തടിച്ചിട്ട് അവന്റെ വടി കൊണ്ട് അമിത്തിനെ കുത്തിപ്പിടിക്കുന്നു. ഖോൻഷു, നമ്മൾ തമ്മിൽ ഒരു വഴക്കിന്റെ ആവശ്യമുണ്ടോ? നീയും ഞാനും ജഡ്ജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിധി നടപ്പിലാക്കണം, അതാണ് നമ്മളുടെ ആവശ്യം. പക്ഷേ നമ്മൾ രണ്ടുപേരുടെയും ചിന്തകൾ വ്യത്യാസമുണ്ട്. കാരണം നിനക്ക് തന്നെ അറിയാം, ഞാൻ കുറ്റം ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കൂ. നീ കുറ്റം ചെയ്തവരെയും അത് ചെയ്യാൻ പോകുന്നവരെയും നേരത്തെ ശിക്ഷിക്കും. അത് ശരിയല്ല. ഈ സമയത്ത് അമിത് ഖോൻഷു കാണാതെ അവളുടെ മുതലവാല് വെച്ച് ഖോൻഷുവിന്റെ കാല് വാരി നിലത്തിടുവാണ്. അവന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിരമിഡിന്റെ മുകളിൽ വെച്ച് മൂൺ നൈറ്റ് ഹാരോയുടെ താടിക്കിടിച്ചെങ്കിലും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ഇടയ്ക്ക് മിസ്റ്റർ നൈറ്റ് പുറത്തു വരുന്നുണ്ട്, ഇടയ്ക്ക് മൂൺ നൈറ്റ് പിന്നെയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ മാറി മാറിയാണ് ഫൈറ്റ് നടക്കുന്നത്. നിലത്ത് വന്ന് വീണ മാർക്കിനെ ഹാരോ അയാളുടെ മാന്ത്രികോടി വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോവായിരുന്നു. ആ സമയത്താണ് നമ്മളുടെ ലൈല ടേവരറ്റിന്റെ അവതാരമായി പുതിയ സ്യൂട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പറന്നു വരുന്നത്. എന്നിട്ട് നേരെ പോയി ഹാരോയെ ചവിട്ടി തെറിപ്പിച്ച് മാർക്കിനെ രക്ഷിക്കുവാണ്. ലൈലയ്ക്ക് ലുക്ക് മാത്രമല്ല ഉള്ളത്, അവൾ മൊത്തത്തിൽ സൂപ്പറാ. എന്തായാലും ലൈലയെ പുതിയ രൂപത്തിൽ കണ്ടപ്പോ മാർക്ക് ആകെ അമ്പരന്ന് പോയി. ലൈല, നീ തന്നെയാണോ ഇത്? ഈ സമയത്ത് ഹാരോ എണീറ്റ് അയാളുടെ മാന്ത്രികോടി വെച്ച് ലൈലയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ ലൈല അവളുടെ സ്യൂട്ടിലെ ചിറകുകൾ വെച്ച് ആ അറ്റാക്ക് പെട്ടെന്ന് തടയുന്നു. അത് നേരെ തിരിച്ചു നിന്ന് ഹാരോയെ തന്നെ തെറിപ്പിക്കുവാണ്. നന്നായി ലൈല, ഞാൻ നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് വിചാരിച്ചു. നീ എങ്ങനെ തിരിച്ചു വന്നത്? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അങ്ങനെ അവർ രണ്ടുപേരും വന്ന് കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് സ്റ്റീവൻ പുറത്തേക്ക് വരാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ സ്റ്റീവനും ലൈല ഇഷ്ടമാണ്. ലൈലയ്ക്ക് സ്റ്റീവനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ലൈല, ഞാൻ നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് വിചാരിച്ചു. വാവ്, നിന്റെ സ്യൂട്ട് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്, ലുക്കായിട്ടുണ്ട് നീ. ഈ സമയത്ത് ഹാരോയും ആളുകളും വീണ്ടും ഫൈറ്റിന് വേണ്ടി വരുവാണ്. ആ സമയത്ത് സ്റ്റീവൻ ലൈലയോട് പറയുന്നു, ലൈല, ഞാനിപ്പോ പണ്ടത്തെ പോലെയല്ല, എനിക്കിപ്പോ ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എന്റെ പുതിയ ഫൈറ്റിംഗ് സ്കിൽസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് മാർക്ക് ലൈലയും കൂടി പോയി അവരുടെ നേരെ വന്ന് ഓരോരുത്തരായിട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എങ്ങനെയാണ് സ്റ്റീവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി സ്റ്റീവൻ മുന്നത്തെ എപ്പിസോഡിൽ ഒരു മസിൽ മെമ്മറിയെ പറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബോഡി വെച്ച് കുറെ കാലം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾക്ക് അതിനെപ്പറ്റി ആലോചിക്കാതെയും ചിന്തിക്കാതെയും പോലും അത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷൂ ലൈസ് കെട്ടാറില്ലേ? ആദ്യമൊക്കെ അങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും കെട്ടുക. പക്ഷെ പിന്നെ സിനിമ കണ്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ശ്രദ്ധിക്കാതെയൊക്കെ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നോക്കിയാണ് ചെയ്യുക, പിന്നെ നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ മസിൽ മെമ്മറിയുടെ ഓരോ ടൈപ്പുകളാണ്. അതുപോലെ മാർക്ക് ഇതേ ബോഡി വെച്ചിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യാറ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു മസിൽ മെമ്മറി സ്റ്റീവനും ഉണ്ടാവും. സ്റ്റീവന്റെ കോൺഫിഡൻസ് കുറവ് കാരണമാണ് അവൻ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ ഡ്യുവാറ്റില കപ്പലിൽ വെച്ച് നടന്ന ഫൈറ്റിൽ സ്റ്റീവൻ ആദ്യമായിട്ട് വളരെ കോൺഫിഡന്റ് ആയി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ കോൺഫിഡൻസ് ആണ് സ്റ്റീവൻ ഇപ്പോഴും കാണിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റീവൻ അവന്റെ കയ്യിലുള്ള സിൽവർ സ്റ്റിക്ക് ഒക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു അവസരത്തിൽ ഹാരോ ലൈലയെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് മിസ്റ്റർ നൈറ്റ് ഹാരോയെ ഒന്ന് ചവിട്ടുന്നു. അത് കഴിഞ്ഞ് മിസ്റ്റർ നൈറ്റായും മൂൺ നൈറ്റായും രണ്ടു പേരായി ലൈലയുടെ ഒപ്പം ചേർന്ന് ഹാരോയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹാരോയ്ക്ക് ദേഷ്യം വന്നിട്ട് അയാളുടെ ഫുൾ പവർ ഉപയോഗിക്കാൻ തുടങ്ങി. അയാളിപ്പോ അമിത്തിന്റെ അവതാരമാണ്. കയ്യിൽ അമിത്തിന്റെ അതിശക്തമായ മാന്ത്രിക വടിയുണ്ട്. ആ അറ്റാക്ക് തടയാൻ വേണ്ടി മൂൺ നൈറ്റ് ആ വടി കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വന്ന ബ്ലാസ്റ്റ് അവിടെ തൊട്ടടുത്തുള്ള ഒരു വാനിനെ ദൂരേക്ക് തെറിപ്പിക്കുവാണ്. ഒരു ഫാമിലിയിലെ കുറച്ചു പേര് ആ വാനിന്റെ അടിയിൽ പെടാൻ പോയി. പക്ഷെ അപ്പോഴേക്കും ലൈല പറന്നു വന്ന് ആ വാൻ പിടിച്ചു നിർത്തി അവരെ രക്ഷിക്കുവാണ്. പാവങ്ങൾ രക്ഷപ്പെട്ടു. അവർ ലൈലയോട് നീ ഒരു ഈജിപ്ഷ്യൻ സൂപ്പർ ഹീറോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൈല അതെന്നും പറയുന്നു. സോ ആ പെൺകുട്ടികൾക്ക് ലൈല ഒരു റോൾ മോഡലായി മാറി. ഈ സമയത്ത് ഹാരോയുടെ പവർ കൂടുവാണ്. അതിനൊരു കാരണമുണ്ട്. അവിടെ അമിത്തും ഖോൻഷുവും തമ്മിൽ നടക്കുന്ന ഫൈറ്റിൽ താൻ തോൽക്കാനാണ് സാധ്യത എന്ന് അറിഞ്ഞിട്ടും ഖോൻഷു അമിത്തുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. മരിക്കുന്നെങ്കിൽ പോരാടിയെ മരിക്കുമെന്നാണ് ഖോൻഷു അമിത്തിനോട് പറയുന്നത്. അത് തന്റെ അവകാശമാണെന്നാണ് ഖോൻഷു വാദിക്കുന്നത്. പക്ഷെ അവൻ എത്ര ഫൈറ്റ് ചെയ്തിട്ടും അമിത്തുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഖോൻഷു താഴെ വീഴുന്നുണ്ട്. ഖോൻഷു വീഴുമ്പോൾ അവന്റെ അവതാരമായിട്ടുള്ള മാർക്കിന്റെ ശക്തിയും കുറയുന്നു. ഈ സമയത്ത് ഹാരോ മാർക്കിനെടുത്ത് ദൂരേക്ക് എറിയുവാണ്. എന്നിട്ട് അവനെ മെന്റലി വീക്കാക്കാൻ തുടങ്ങി. എന്റെ ദേവതയായിട്ടുള്ള അമിത്, ഒരുപക്ഷെ നേരത്തെ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ നീ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവൻ എടുത്തേനെ. മാർക്ക് സ്പെക്ടർ, അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നീ മരിച്ചിരുന്നെങ്കിൽ നിന്റെ അനിയൻ രക്ഷപ്പെടുമായിരുന്നു. നീ കാരണമല്ലേ നിന്റെ അനിയൻ മരിച്ചത്. നീ മാത്രമില്ലാതായാൽ മതിയായിരുന്നു. അത് അമിത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ അനിയനും നിന്റെ ഫാമിലിയും നിന്റെ അമ്മയും അച്ഛനുമെല്ലാം സന്തോഷത്തോടെ ജീവിച്ചേനെ. മാർക്ക് തന്നെ മൂൺ ബ്ലേഡ് വെച്ച് ഹാരോയെ തടയാൻ നോക്കുന്നുണ്ട്. ഹാരോ തട്ടിത്തെറിപ്പിച്ചു. അത് നേരെ പോയി ലൈലയുടെ സ്യൂട്ടിലെ ചെറുകിനെ തൊട്ടടുത്തുള്ള വാനിൽ കുത്തി നിർത്തുവാണ്. ഈ സമയത്ത് ഹാരോ മാന്ത്രിക വടി ഉപയോഗിച്ച് മാർക്കിനെ തട്ടിത്തെറിപ്പിച്ചു. അവൻ താഴെ
വീണുപോയി. ഇപ്പൊ മാർക്ക് മാനസികമായും ശാരീരികമായിട്ടും തളർന്നിരിക്കുവാണ്. ഹാരോ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അവിടെ ദൂരെ നോക്കുമ്പോൾ അമിത് ഖോൺഷുവിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഖോൺഷുവിന്റെ തന്നെ വടി ഉപയോഗിച്ചാണ് അമിത് ഖോൺഷുവിനെ കുത്തുന്നത്. ഹാരോ നടന്നു വന്ന് ഒരു ദയവുമില്ലാതെ അയാളുടെ കയ്യിലെ മാന്ത്രികവടി വെച്ച് മാർക്കിന്റെ നെഞ്ചിലിട്ട് ഒരൊറ്റ കുത്ത്. ആ മാന്ത്രികവടിയിലെ എനർജി മാർക്കിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അവിടെ ഹാരോയുടെ ആളുകൾ ലൈലയെ വെടിവെച്ചുകൊണ്ടിരിക്കുവാണ്. ലൈല ചിറക് വെച്ച് തടയാൻ നോക്കുന്നുണ്ട്. മാർക്ക് ഇത് കാണുന്നു. ഇപ്പൊ അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. മാന്ത്രികവടിയിലെ എനർജി അവന്റെ ശരീരം മുഴുവൻ പടർന്നു. ഒരുപക്ഷെ അവന്റെ ആത്മാവിനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു നിമിഷം കടന്നുപോയി. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. മാർക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റും ഹാരോയുടെ ആളുകളൊക്കെ കൊല ചെയ്യപ്പെട്ട് കിടക്കുവാണ്. മാർക്കിന്റെ കയ്യിലായിട്ട് ഹാരോയും ഇടികൊണ്ട് തളർന്നു കിടക്കുന്നുണ്ട്. ഹാരോയുടെ മാന്ത്രികവടി ഇപ്പൊ മാർക്കിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ ഇതൊക്കെ ചെയ്തത് മാർക്ക് തന്നെയായിരിക്കും. പക്ഷെ അത് ചെയ്ത കാര്യം മാർക്കിന് ഓർമ്മയില്ല. നമ്മൾ എപ്പിസോഡ് 3 കണ്ടതുപോലെ തന്നെ കൈറോയിൽ വെച്ച് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് കുറച്ചുപേർ കൊല ചെയ്യപ്പെട്ടു. പക്ഷെ അത് ചെയ്തത് മാർക്കിന് ഓർമ്മയില്ല, സ്റ്റീവനും ഓർമ്മയില്ല. പിന്നെ ആര്? ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് ചെയ്തത് മാർക്കോ സ്റ്റീവനോ അല്ല. പിന്നെ ആര്? സ്റ്റീവൻ, നീയാണോ ഇതൊക്കെ ചെയ്തത്? എനിക്കൊന്നും ചെയ്തതായിട്ട് ഓർമ്മയില്ല. ഞാനൊന്നുമല്ല മാർക്ക്, ഞാനിങ്ങനെ ആൾക്കാരെ കൊല്ലാറില്ലല്ലോ. ഇതുപോലെ മുന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ആരെ ഇവർക്ക് കൊന്ന്? ഈ സമയത്ത് ലൈല അവളുടെ ചിറക് പിടിച്ച് മാർക്കിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഒരേ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. മാർക്ക്, നീ എന്തോ ഇപ്പൊ തന്നെ ചെയ്തേ? അറിയില്ല ലൈല, ഞാൻ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി. പിന്നെ എന്തോ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ സമയത്ത് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ അമിത് ഖോൺഷുവിനെ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. ഖോൺഷു ആകെ തളർന്നുപോയി. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും വലിയ രൂപത്തിൽ അമിത്തും ഖോൺഷുവും നിന്നിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ അവതാരങ്ങൾക്ക് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. സാധാരണ ജനങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സമയത്ത് ലൈലയ്ക്ക് മനസ്സിലായി ടെവരറ്റ് പറഞ്ഞതുപോലെ ചെയ്യാൻ സമയമായിരുന്നു. അമിത്തിനെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അവൾ ആ പിരമിഡിന്റെ ഉള്ളിലേക്ക് പോവാണ്. മാർക്കിനോട് ഹാരോയും കൂടി കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടുത്തെ ഒരു പ്രത്യേക കല്ലിൽ ഹാരോയെ കൊണ്ട് കിടത്തുവാണ്. ഹാരോ ആകെ തളർന്ന് ആവശ്യ നിലയിലാണ്. മാർക്ക് ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്താണെങ്കിലും ഹാരോയ്ക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ വന്നിരിക്കുന്ന ഈ റൂമിൽ വെച്ചാണ് ഈ മന്ത്രവിധി ചെയ്യേണ്ടത്. ഇവിടെ വെച്ചാണ് ദൈവങ്ങളെ കല്ലിലും മറ്റ് ജീവനുള്ള വസ്തുക്കളിലും ആവാഹിക്കാറുള്ളത്. ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് അമിത്തിനെ ആവാഹിച്ച് ജീവനുള്ള ഹാരോയുടെ ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹാരോയെ കൊന്നുകഴിഞ്ഞാൽ കൂടെ തന്നെ അമിത്തും ഇല്ലാതെയാവും. ഇത് കല്ലിലടയ്ക്കുന്ന പോലെയല്ല, ഇതാണ് ഏറ്റവും നല്ല വഴി. ലൈല പറയുന്നത് പോലെ മാർക്ക് അവളുടെ കൈ പിടിക്കുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ടെവരറ്റിന് ലൈലയോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതൊക്കെ അവൾക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കൈ കൂടെ മാന്ത്രിക ശക്തി ഒഴുകാൻ തുടങ്ങി. ഇത് അമിത്തിന് സെൻസ് ചെയ്യാൻ പറ്റി. തന്നെ ബന്ധിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമിത് തന്റെ വാലുകൊണ്ട്, ഈ വാലെന്ന് പറഞ്ഞാൽ അമിത്തിന്റെ മുടി പോലെയാണ് കാണപ്പെടുന്നത്, പക്ഷെ അവൾക്കത് വാല് പോയി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അമിത് അത് വെച്ച് ഖോൺഷുവിനെ ഞെരിക്കാൻ തുടങ്ങി. ഖോൺഷു, നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഈ ലോകത്തെ ഒരു സ്വർഗം പോലെയാക്കാമായിരുന്നു. ഇനി അതിന് സാധിക്കില്ല അമിത്. എന്റെ പിള്ളേര് പണി തുടങ്ങിക്കഴിഞ്ഞു. നിനക്കിനി രക്ഷയില്ല. അമിത് അവിടെ നിന്ന് അലറാൻ തുടങ്ങി. കാരണം ഉള്ളിൽ വെച്ച് ലൈലയും മാർക്കും കൂടി ചെയ്യുന്ന മന്ത്രവിധി കാരണം അമിത്തിന്റെ രൂപം പതുക്കെ ഇല്ലാതെയായി. അങ്ങനെ അമിത് പൂർണ്ണമായിട്ട് ഹാരോയുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടുവാണ്. അമിത് ഹാരോയുടെ വായിക്കൂടെ മുഴുവനായിട്ട് അയാളുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ സംഭവിച്ചിട്ടും അമിത്തിന്റെ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ ഹാരോയിലൂടെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കൊരിക്കലും എന്നെ തടഞ്ഞു വെക്കാനാവില്ല. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് എന്നെ തടയാനാവില്ല. അങ്ങനെ പറഞ്ഞതും ഹാരോ സ്റ്റോപ്പ് ആവുകയാണ്, ഒരു ബാറ്ററി തീർന്ന പാവയെ പോലെ. ഇത്രയും വലിയൊരു കാര്യം ചെയ്തതുകൊണ്ട് മാർക്കും ലൈലയും തളർന്നു പോയിരുന്നു. ഈ സമയത്ത് ഖോൺഷു അങ്ങോട്ട് വരുന്നു. ഇനി സമയം കളയേണ്ട മാർക്ക്, തീർത്തേക്ക്. അവരെ രണ്ടുപേരെയും വെറുതെ വിടണ്ട. ഹാരോയും അമിത്തിനെയും ഒറ്റയടിക്ക് കൊല്ലണം. അമിത്തിനി പുറത്തു വന്നാൽ വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. വീണ്ടും വിധി നടപ്പിലാക്കാൻ ശ്രമിക്കും. കൊന്നേക്ക്. ഈ സമയത്ത് മാർക്ക് അങ്ങോട്ട് നടന്നുപോയി. ഖോൺഷു പറഞ്ഞതുപോലെ ഹാരോയെ കൊല്ലാൻ ഒരുങ്ങുവാണ്. അവൻ ഹാരോയെ ഒരു കൈ പിടിച്ച് മറ്റേ കയ്യിൽ തന്റെ മൂൺ ബ്ലേഡ് എടുത്ത് ഹാരോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് കഴിഞ്ഞാലേ ഖോൺഷുവിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഫ്രീ ആവാൻ പറ്റൂ. പക്ഷെ അപ്പോഴാണ് ലൈല അവനെ തടയുന്നത്. വേണ്ട മാർക്ക്, നീ ഇനി കൊല്ലണ്ട. നിനക്കിപ്പോ സ്വയം തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നീ ഒരാളെ കൊല്ലണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ സ്വന്തം ചോയ്സ് ആണ്. നീ ഇപ്പോഴേ ഫ്രീ ആണ് മാർക്ക്. നീ കൊല്ലേണ്ട ആവശ്യമില്ല. എന്റെ പ്രതികാരം നീയാണ് നടപ്പിലാക്കേണ്ടത് മാർക്ക്. കൊല്ലവനെ. മാർക്കിനെ ലൈല പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഇല്ല ഖോൺഷു, ഞാൻ ഇനി നിനക്ക് വേണ്ടി കൊല്ലില്ല. നീയും ഇപ്പൊ അമിത്തിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. അമിത്തിന് തിരിച്ചു വന്ന് വീണ്ടും വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നീ ഇപ്പൊ എന്നോട് ഹാരോയോ അമിത്തിനെയോ കൊല്ലാൻ പറയുന്നത്? അത് മാത്രമല്ല, നമ്മൾ തമ്മിലുള്ള ഡീലിൽ അമിത്തിനെയോ ഹാരോയോ കൊല്ലണമെന്നില്ല. അമിത് കാരണമുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി കൊല്ലില്ല. നിനക്കൊരാളെ കൊല്ലണമെങ്കിൽ നീ സ്വയം കൊല്ലണം, അല്ലാതെ എന്നെ കൂട്ടുപിടിക്കണ്ട. ഇപ്പോ ഈ നിമിഷം എന്നെയും സ്റ്റീവനെയും ഫ്രീ ആക്കണം. ഞങ്ങൾ വെറുതെ വിടണം. എന്തായാലും ഖോൺഷു അത് സമ്മതിക്കുവാണ്. ശരി മാർക്ക് സ്പെക്ടർ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നിന്നെയും സ്റ്റീവനെയും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾ ഇനി എന്റെ അവതാരമല്ല. അങ്ങനെ പറഞ്ഞ് ഖോൺഷു മാഞ്ഞുപോയി. അതോടെ മാർക്ക് ഖോൺഷുവിന്റെ അവതാരം അല്ലാതെയായി. അവന്റെ ശരീരത്തിൽ നിന്ന് മൂൺ നൈറ്റ് സ്യൂട്ട് പതുക്കെ ഇല്ലാതെയാവാൻ തുടങ്ങി. പെട്ടെന്ന് സ്ക്രീൻ ചേഞ്ച് ആവുകയാണ്. വീണ്ടും ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഡോക്ടർ ഹാരോയും ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നത് സ്റ്റീവനാണ്. ഇവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പ്ലനേഷൻ
നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടതിന്റെ ആവശ്യം വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഓരോ മനുഷ്യരുടെയും മനസ്സിനനുസരിച്ച് പരലോകമായ ഡ്യുവാറ്റിന്റെ രൂപം മാറും. മാർക്കിന്റെ മനസ്സിനനുസരിച്ച് ഒരു മെന്റൽ ഹോസ്പിറ്റലായിട്ടാണ് അവൻ ഡ്യുവാറ്റിനെ കണ്ടത്. അത് മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ട്രോമയെ മാറ്റി നിർത്താൻ വേണ്ടി അവന്റെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു ആ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഒക്കെ. ഇപ്പൊ ഇവര് ഡ്യുവാറ്റിലല്ലോ, ഇപ്പൊ ഇവര് റിയൽ ലൈഫിലാണ്. അപ്പോ ഈ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഒക്കെ കാണുന്നത് ക്ലിയർ ആയിട്ടും മാർക്കിന്റെ മനസ്സിലാണ്. മാർക്കിന്റെ മനസ്സ് കാണിച്ചു കൊടുക്കുന്ന ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആണിത്. ഡോക്ടർ ഹാരോ, അപ്പോ ഇതാണ് ശരിക്കുള്ള റിയാലിറ്റി? ഈ മെന്റൽ ഹോസ്പിറ്റലും നിങ്ങളും അമിത്തും ഖോൻഷുവും മൂൺ നൈറ്റും അതൊന്നും ശരിക്കുള്ളതല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സ്റ്റീവൻ, അതൊന്നും റിയൽ അല്ല. ഞാനും ഈ മെന്റൽ ഹോസ്പിറ്റലും ഇതാണ് റിയൽ. ബാക്കിയുള്ളതൊക്കെ നിന്റെ ഇമാജിനേഷൻ മാത്രമാണ്. പെട്ടെന്ന് സ്റ്റീവനിൽ നിന്ന് മാർക്കിലേക്കൊരു മാറ്റം മാറുന്നുണ്ട് മക്കളെ. എന്നിട്ട് മാർക്ക് പറയും, പക്ഷെ ഡോക്ടർ ഹാരോ, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ലെങ്കിലോ, ഇതെന്റെ ഒരു ഇമാജിനേഷൻ മാത്രമാണെങ്കിലോ, മൂൺ നൈറ്റും ഖോൻഷുവും അമിത്തും ഒക്കെയാണ് റിയാലിറ്റി എങ്കിലോ, അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. മാർക്ക്, അങ്ങനെയെങ്കിൽ നിന്റെ ചികിത്സ ഇനിയും തുടരേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ ഹാരോ നടക്കുന്നു. പെട്ടെന്നാണ് മാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡോക്ടർ ഹാരോയുടെ ഓരോ ചുവടിലും രക്തത്തിന്റെ പാടുകൾ. സ്റ്റീവൻ, നീ അത് കാണുന്നില്ലേ? യെസ് മാർക്ക്, ഞാനത് കാണുന്നുണ്ട്. ഹാരോയുടെ കാലിലൊക്കെ ചോര. അത് കഴിഞ്ഞാണ് ഡോക്ടർ ഹാരോ ഇത് ശ്രദ്ധിക്കുന്നത്. ഇതെന്താ എന്റെ കാലിൽ നിന്ന് രക്തം വരുന്നത്? എന്താ സംഭവിക്കുന്നത്? ഡോക്ടർ ഹാരോ, നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നതാണ് ശരിയെങ്കിലോ, നിങ്ങളുടെ ഈ മെന്റൽ ഹോസ്പിറ്റലും പിന്നെ ഡോക്ടറായിട്ടുള്ള നിങ്ങളും ഒക്കെ റിയാലിറ്റി ആണെന്ന് തോന്നും. ഇവിടെ ഇങ്ങനെ ഒരു രോഗിയാണെന്ന് വിചാരിച്ചിരിക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷെ ഇനി എനിക്കതിന് വയ്യ. ഞാൻ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പോവാണ്. ഞാൻ ശരിക്കുള്ള ലോകത്തിലേക്ക് പോവാണ് ഡോക്ടർ ഹാരോ. ഞാൻ ഈ ലോകത്തെ രക്ഷിക്കുന്ന ഒരു ഹീറോ ആവാൻ പോവാണ്. അങ്ങനെ പറഞ്ഞ് മാർക്കും സ്റ്റീവനും കൂടി കണ്ണടയ്ക്കുവാണ്. പിന്നെ കണ്ണു തുറക്കുന്നത് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇത്രയും നാള് ഈ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവന്റെ ട്രോമയിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോ അവനതിന്റെ ആവശ്യമില്ല. അവനും സ്റ്റീവനും കൂടി അവന്റെ ട്രോമകളെ പോയി കണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ നേരിട്ടു. സ്റ്റീവനും മാർക്കും തമ്മിൽ ഒരു ധാരണയിലെത്തി, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ ഇത് റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മുന്നേ അതിന് സാധിച്ചിരുന്നില്ല. മെന്റൽ ഹോസ്പിറ്റൽ അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നതോടെ ശരിക്കുള്ള റിയാലിറ്റിയിലെ കാര്യങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങുവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മിസ്റ്റർ ഹാരോ അയാളുടെ ചെരുപ്പിൽ കുപ്പിച്ചില്ല് പൊടിച്ചിട്ട് അത് വെച്ചാണ് നടക്കാറ്. അങ്ങനെ ആ ചെരുപ്പ് വെച്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കാലിൽ രക്തം പൊടിയും. അത് റിയാലിറ്റി നടക്കുന്ന കാര്യമാണ്. അതാണ് മാർക്കിന്റെ മനസ്സിലൂടെ ഇവിടേക്ക് കണ്ടിരിക്കുന്നത്. സോ ഈ ഇമാജിനേഷൻ ആയിട്ടുള്ള മെന്റൽ ഹോസ്പിറ്റലിലേക്ക് റിയാലിറ്റിയിലെ കാര്യങ്ങൾ കയറി വരാൻ തുടങ്ങി. റിയാലിറ്റിയെ മാർക്കും സ്റ്റീവനും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ സൂചനയാണിത്. അതുകൊണ്ട് തന്നെ മൈൻഡിന് ഇങ്ങനെ ഒരു ഗെയിം അല്ലെങ്കിൽ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ കളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മനസ്സിലാക്കിയതോടെ മാർക്കും സ്റ്റീവനും ആ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിളിൽ നിന്ന് പുറത്തിറങ്ങി റിയൽ ലൈഫിലേക്ക് എണിക്കുവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖോൻഷു മാർക്കിനെ അവതാരം അല്ലാതെ ആക്കി കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷമല്ല ഇത് സംഭവിക്കുന്നത്. കുറച്ച് നാളായിട്ട് അത് കഴിഞ്ഞ് മാർക്കിന്റെ ജീവിതത്തിൽ ഈ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് അവസാനമായിട്ട് ഈ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഇങ്ങനെ കയറി വരുന്നത്. അന്നത്തോടെ മാർക്കും സ്റ്റീവനും ഇതല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തിറങ്ങി. ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ അവർ ഒരു മനോരോഗിയല്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കി. സ്റ്റീവന് മാർക്കും, മാർക്കിന് സ്റ്റീവനും ആവശ്യമാണ്. അവർ രണ്ടും ഒന്നാണ്. അവർക്കിടയിൽ രഹസ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവ ഇപ്പൊ ഒരു മാനസിക രോഗിയല്ല. പിന്നെ എന്തിനാണ് മെന്റൽ ഹോസ്പിറ്റൽ? ട്രോമ ഇല്ല. പിന്നെ എന്തിനാണ് മറ്റൊരു മെന്റൽ ഹോസ്പിറ്റൽ? എന്തിനാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ? അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഇപ്പോഴും മാർക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സ്റ്റീവനോട് സംസാരിക്കുന്നുണ്ട്. സ്റ്റീവൻ, നീ ഇവിടെ തന്നെ ഇല്ല എന്ന് ചോദിക്കുന്നു. സ്റ്റീവൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ അക്വേറിയത്തിൽ 2 ഗോൾഡ് ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കും സ്റ്റീവനും ഇപ്പൊ ഒരുമിച്ച് വളരെ സഹകരണത്തോടെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 2 ഗോൾഡ് ഫിഷിനെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ മാർക്ക് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുവാണ്. പക്ഷെ പെട്ടെന്ന് കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന വള്ളി തടഞ്ഞ് അവൻ നേരെ താഴേക്ക് വീണു. അവിടെ എന്നത്തെയും പോലെ മണൽ വിതറിയിട്ടിട്ടുണ്ട്, കാലിൽ കെട്ടിട്ടിട്ടുണ്ട്. അപ്പൊ എന്തിനായിരിക്കും അത്? മാർക്കും സ്റ്റീവനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയെങ്കിൽ പിന്നെ അതിന്റെയൊക്കെ ആവശ്യം എന്താ? മാർക്ക് അറിയാതെ സ്റ്റീവനോ, സ്റ്റീവൻ അറിയാതെ മാർക്കോ അവരുടെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുത്ത് രാത്രി എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് നടക്കാറുണ്ടോ? അതുകൊണ്ടാണോ കാലി കെട്ടിയിട്ട് ഇവരിപ്പോഴും ഉറങ്ങുന്നത്? ഇവരിപ്പോ ഖോൻഷുവിന്റെ അവതാരമല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അങ്ങനെ ചില ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഈ മൂൺ നൈറ്റ് സ്റ്റോറി റിയൽ ആവാനാണ് 99% ചാൻസ്. പക്ഷേ ഒരേ ഒരു ശതമാനത്തിന് ഒരു ചാൻസ് ഉണ്ട്. മാർക്ക് ഒരു മനോരോഗിയാണ്. അവനൊരു മെന്റൽ ഹോസ്പിറ്റലിലാണ്. അവന്റെ ഡോക്ടറാണ് ഡോക്ടർ ഹാരോ. ഇതെല്ലാം മനോരോഗിയായ മാർക്കിന്റെ തലയിൽ നടക്കുന്ന ഇമാജിനേഷനാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല. കൈറോയെ വെച്ച് ആ ആളുകളെ കൊന്നു കളഞ്ഞതാരാണ്? അത് മാർക്കും സ്റ്റീവനും അല്ലെങ്കിൽ കത്തിയിരുന്നത് അവരുടെ കയ്യിലാണെങ്കിൽ കൊന്നതാരായിരുന്നു? അതുപോലെ ഹാരോയെ തോൽപ്പിച്ച സമയത്ത് അവിടെയുള്ള എല്ലാവരെയും കൊന്നതാരാ? ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞ് മാർക്കിനോ സ്റ്റീവനോ അത് ആര് ചെയ്തെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അറിയില്ല. തൊട്ടടുത്ത് കാണിക്കുന്ന സീനിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. മിസ്റ്റർ ആർതർ ഹാരോയെ ഖോൻഷു പറഞ്ഞതുപോലെ മാർക്ക് കൊന്നില്ല. അത് കഴിഞ്ഞ് അമിത്തുള്ളി കയറിയ ഹാരോ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി കാണും. അങ്ങനെ ആരൊക്കെയോ അയാളെ മെന്റൽ ഹോസ്പിറ്റലാക്കി. കുറച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഹാരോയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. കാരണം ഉള്ളിൽ അമിത്തുണ്ട്. അയാൾ മണലാണെന്ന് തെറ്റിദ്ധരിച്ച് തൊട്ടടുത്തിരിക്കുന്ന ചായ തൊടുവാണ്. അതവിടെ മറിഞ്ഞുപോയി. നഴ്സ് അത് വൃത്തിയാക്കാൻ വേണ്ടി വരുന്നു. ഈ സമയത്ത് ഹാരോയെ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അയാളുടെ മുഖം വ്യക്തമല്ല. ഒരു കറുത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ കറുത്ത കയ്യുറയുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് നഴ്സ് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് അയാൾ ഹാരോയെ കൊണ്ടുപോകുന്നു. ഒരു വീൽ ചെയറിലാണ് ഹാരോ
ഹാരോ ഇരുത്തി കൊണ്ടുപോകുന്നത്. ഹാരോ നോക്കിയപ്പോ അവിടെയുള്ള ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിനെ താഴെ കൊന്നിട്ടിട്ടുണ്ട്. അയാൾ ഹാരോയെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന് ഒരു വില കൂടിയ കാറിന്റെ പിന്നിലെ സീറ്റിലേക്ക് തള്ളിയിടുവാണ്. അപ്പോഴാണ് ഹാരോ ശ്രദ്ധിക്കുന്നത് തന്റെ മുന്നിലിരിക്കുന്നത് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഖോൻഷു ആണ്. ഹാരോ വിചാരിച്ചത് തന്റെ തന്നെ ഏതോ ഒരാൾ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഖോൻഷു അവന്റെ ഒരാളെ വെച്ച് ഹാരോയെ കിഡ്നാപ്പ് ചെയ്തതാണ്. ഹാരോയുടെ ഉള്ളിൽ കൂടെ അമിത് സംസാരിക്കാൻ തുടങ്ങി. ഖോൻഷു, നിനക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാനാവില്ല. അതാണ് ദൈവങ്ങളുടെ നിയമം. നിയമം നീ തെറ്റിക്കാറില്ലല്ലോ. നിന്റെ അവതാരത്തിനെ കൊണ്ട് കൊല്ലിക്കാനാണെങ്കിൽ മാർക്ക് സ്പെക്ടർ നിന്റെ കൂടെയില്ല, ശരിയല്ലേ? ശരിയാണ് അമിത്, മാർക്ക് ഇപ്പന്റെ കൂടെയില്ല. മാർക്ക് സ്പെക്ടർ വിശ്വസിച്ചിരുന്നത് അവൻ എന്നെ വിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവന്റെ ഭാര്യയായിട്ടുള്ള ലൈലയെ എന്റെ അവതാരമാക്കുമെന്നായിരുന്നു. പക്ഷെ എനിക്ക് മറ്റു ചില പ്ലാനുകളുണ്ടെന്ന് മാർക്ക് അറിഞ്ഞില്ല. സത്യം പറയുകയാണെങ്കിൽ അവന്റെ മനസ്സ് എത്രത്തോളം തകർന്നതാണെന്ന് അവന് പോലും അറിയില്ല. ഖോൻഷു എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അമിത്തിന് മനസ്സിലായില്ല. ഖോൻഷു പെട്ടെന്ന് കാറിന്റെ വിൻഡോയിൽ 2 തട്ട് തട്ടി ഡ്രൈവർ ആയിട്ടുള്ള ആളെ വിളിക്കുവാണ്. അയാളാണ് ഹാരോയെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന് പിന്നിലെ സീറ്റിലേക്ക് തള്ളിയിട്ടത്. ആശുപത്രിയിലെ സ്റ്റാഫിനെ കൊന്നുകളഞ്ഞതും ആ ഡ്രൈവർ തന്നെയാണ്. ആരാണ് ഖോൻഷുവിന്റെ പുതിയ അവതാരം? എന്റെ പുതിയ സുഹൃത്തിനെ നിനക്ക് പരിചയപ്പെടാൻ സമയമായി അമിത്. മീറ്റ് മിസ്റ്റർ ജെയ്ക്ക് ലോക്ലി. ഇതാണ് ഈ സ്റ്റോറിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിൽ ഒരെണ്ണം. മാർക്ക് സ്പെക്ടറിന്റെ 3ാമത്തെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ജെയ്ക്ക് ലോക്ലി. ഇപ്പൊ ഖോൻഷുവിന്റെ അവതാരമാണ് ഈ ഇരിക്കുന്ന ജെയ്ക്ക് ലോക്ലി എന്ന് പറയുന്ന 3ാമത്തെ പേഴ്സണാലിറ്റി മാർക്കിന്റെ ശരീരത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഈ കാര്യം മാർക്കിനോ സ്റ്റീവനോ അറിയില്ല. ഖോൻഷുവിന് അത് അറിയാമായിരുന്നു. ഖോൻഷു ജെയ്ക്ക് ലോക്ലി അവതാരമാക്കി. എന്നിട്ട് അത് മാർക്കിനോട് സ്റ്റീവനോട് മറച്ചു വെച്ചു. അതിക്രൂരനായ കൊലയാളിയായിട്ടുള്ള ജെയ്ക്ക് ലോക്ലി ഇപ്പോഴും ഖോൻഷുവിന്റെ അവതാരമായി തുടരുന്നു. ജെയ്ക്ക് ലോക്ലി പിന്നിലോട്ട് തിരിഞ്ഞ് ഹാരോയുടെ അമിത്തിനോടും ഗുഡ് ബൈ പറയുവാണ്. ഹാരോ പേടിക്കാൻ തുടങ്ങി. ഉള്ളിലുള്ള അമിത്തും പേടിക്കുന്നുണ്ടാവും. കാരണം ഹാരോയെ കൊന്ന അമിത്തും ഇല്ലാതെയാവും. ജെയ്ക്ക് ലോക്ലി സമയം കളയാതെ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ക്രൂരമായ മുഖത്തോടെ ചിരിച്ചാസ്വദിച്ചുകൊണ്ട് ഒരു 3-4 വെടി അങ്ങോട്ട് വെക്കുവാണ് ഹാരോയെ. എന്നിട്ട് അവൻ ആ കാർ എടുത്ത് മുന്നോട്ട് പോകുന്നു. കാറിന്റെ മുന്നിൽ മാർക്ക് സ്പെക്ടറിന്റെ സ്പെക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇവർ റിച്ച് ആയോന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം. അല്ലാതെ ഇത്രയും വലിയൊരു വണ്ടി ഇവർ കൊണ്ടു നടക്കും. ജെയ്ക്ക് ലോക്ലി ആക്ച്വലി ഒരു ക്യാബ് ഡ്രൈവർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓടിക്കാൻ വേണ്ടി എടുത്തൊരു വണ്ടിയുമായിരിക്കാം. അങ്ങനെ ഹാരോയുടെ മനുഷ്യ ശരീരത്തിൽ ആവാഹിക്കപ്പെട്ട അമിത് ഹാരോയോടൊപ്പം തന്നെ ഇല്ലാതെയായി. ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവും. ഒറിജിനൽ പേഴ്സണാലിറ്റി മാർക്കാണ്. അവന്റെ ട്രോമ മറയ്ക്കാൻ വേണ്ടി രണ്ടാമതുണ്ടായ പേഴ്സണാലിറ്റിയാണ് സ്റ്റീവൻ. അപ്പൊ ഈ ജെയ്ക്കിനെ പറ്റിയുള്ള സൂചനകൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. പലർക്കും അത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് പറയുന്നതിന് മുന്നേ ചിലർക്കുള്ള ഒരു ഡൗട്ട് തീർക്കേണ്ട ആവശ്യമുണ്ട്. ഈ ബ്ലാക്ക് ഔട്ടിനെ പറ്റിയാണത്. അനുവാദം ചോദിച്ചും ചോദിക്കാതെയും മാർക്കും സ്റ്റീവനും ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഏറ്റവും ആദ്യം കുട്ടിയായിരുന്നപ്പോഴാണ് മാർക്കിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീവൻ പുറത്തു വരുന്നത്. അന്ന് അനുവാദം ചോദിച്ചിട്ടല്ല വന്നത്. ഒരു ട്രോമ ഉണ്ടായപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റീവൻ പുറത്തു വന്നത്. പിന്നെയും കുറെ നാൾ അങ്ങനെ തന്നെയായിരുന്നു. അമ്മ മരിച്ച സമയത്ത് കരയുമ്പോഴും അനുവാദം ചോദിച്ചിട്ടല്ല മാർക്കിന്റെ ശരീരത്തിലേക്ക് സ്റ്റീവൻ വരുന്നത്. അത് ആ ട്രോമയെ എതിർക്കാനുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷെ അതിനുശേഷം ഒരു കൺട്രോളും ഇല്ലാത്ത തരത്തിൽ മാർക്കും സ്റ്റീവനും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ട് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങി. പക്ഷെ കൂടുതൽ സമയവും സ്റ്റീവൻ തന്നെയാണ് ബോഡിയുടെ കൺട്രോൾ യൂസ് ചെയ്തത്. കാരണം അമ്മ മരിച്ചതിലുള്ള വിഷമം മാർക്കിന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാധിക്കുന്ന സമയത്താണ് സ്റ്റീവൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി പുറത്തു വരുന്നത്. പക്ഷെ ആ വിഷമം പെട്ടെന്നൊന്നും മാറുന്നതല്ലോ, അത് കുറെ നാൾ നീണ്ടു നിൽക്കും. അപ്പോൾ ആ സമയത്തൊക്കെ സ്റ്റീവന് ബോഡിയുടെ കൺട്രോൾ കിട്ടാനാണ് കൂടുതൽ ചാൻസ്. പക്ഷെ മാർക്ക് ഖോൻഷുവിന്റെ അവതാരമായി മൂൺ നൈറ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അവന് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ ആ സമയത്ത് ബോഡിയുടെ കൺട്രോൾ സ്റ്റീവന്റെ കയ്യിലായതുകൊണ്ട് മാർക്കിന് പെട്ടെന്ന് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റാറില്ല. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർക്കിന്റെ ബോഡിയെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സീനിൽ മാർക്ക് കുറച്ചു നേരത്തേക്ക് പുറത്തു വന്ന് കൈ കൺട്രോൾ ചെയ്ത് സ്റ്റീവന്റെ മൂക്കിനിട്ട് ഇടിക്കുന്നുണ്ട്. പക്ഷേ ബോഡിയുടെ കൺട്രോൾ ഫുൾ ആയിട്ട് ഏറ്റെടുക്കാൻ മാർക്കിന് പറ്റുന്നില്ല. കൺട്രോൾ തരണമെന്ന് അവൻ സ്റ്റീവനോട് പറയുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റീവൻ ആ ഗോൾഡൻ സ്കാരബ് ഹാരോയ്ക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് ആ സമയത്ത് ബോഡിയുടെ കൈയും കാലും മാത്രം കൺട്രോൾ ചെയ്ത് സ്റ്റീവൻ അവിടുന്ന് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇങ്ങനെ വളരെ അത്യാവശ്യ സമയത്ത് ബോഡിയെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ മാർക്കിന് സാധിക്കാറുണ്ട്. സ്റ്റീവൻ അനുവാദം കൊടുത്തില്ലെങ്കിലും അവന് സാധിക്കാറുണ്ട്. അടുത്ത കേസാണ് അനുവാദം കൊടുത്തുകൊണ്ടുള്ള മാറൽ. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാർക്കിന്റെ ആവശ്യം വരുമ്പോൾ സ്റ്റീവൻ പറയും നീ ബോഡിയുടെ കൺട്രോൾ എടുത്തോന്ന്. അപ്പൊ മാർക്ക് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. നേരെ തിരിച്ചു അങ്ങനെ തന്നെ. 3ാമത്തെ കേസാണ് ഒരു പേഴ്സണാലിറ്റിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ, ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ, അപ്പൊ മറ്റൊരു പേഴ്സണാലിറ്റി അനുവാദം കൊടുക്കാതെ തന്നെ കയറി വരും. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രം. അതാണ് ഈ പറയുന്ന ബ്ലാക്ക് ഔട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, സ്റ്റീവന് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. ആളുകളെ അവൻ കൊല്ലാറില്ല. അതിന് സ്റ്റീവൻ ഇഷ്ടമല്ല. പക്ഷെ മാർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവനും ആളുകളെ കൊല്ലാൻ ഇഷ്ടമല്ല. പക്ഷെ വേണ്ടി വന്നാൽ കൊല്ലും. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ മാർക്കിന് കുറ്റബോധം തോന്നുകയും ചെയ്യും. അതുകൊണ്ട് കൊല്ലുന്നതിന് മുന്നേ അവനൊന്നും മടിച്ചു നിൽക്കും. അവിടെയാണ് ജെയ്ക്ക് ലോക്ലിയുടെ പ്രസക്തി വരുന്നത്. ജെയ്ക്ക് ലോക്ലി രക്തം കണ്ട അറപ്പ് മറിയവനാണ്. അവൻ ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അവന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ആളുകളെ കൊല്ലുക എന്നുള്ളത്. ജെയ്ക്ക് ലോക്ലിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവന് വളരെ ആസ്വദിച്ചാണ് ഒരാളെ കൊല്ലുന്നത്. ഇങ്ങനൊരു അവതാരത്തിനെയാണ് ഖോൻഷുവിന് ആവശ്യമായിരുന്നത്. ക്രൂരമായ എന്തോ ഒരു കാര്യം ചെയ്യേണ്ടി വന്നപ്പോ, അത് ചെയ്യാൻ മാർക്കിന് കുറ്റബോധം തോന്നിയപ്പോ, സ്റ്റീവൻ അത് ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോ, അങ്ങനെ ഒരു അവസരത്തിലാണ് ജെയ്ക്ക് ലോക്ലി എന്ന് പറയുന്ന പുതിയൊരു പേഴ്സണാലിറ്റി അവരിലേക്ക് വരുന്നത്. അതെപ്പോഴാണെന്ന് വ്യക്തമല്ല. പക്ഷെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജെയ്ക്ക് ലോക്ലിക്ക് ഒരു മടിയുമില്ല. ഇനി പറഞ്ഞ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. എപ്പിസോഡ് 1-ൽ ഹാരോയുടെ ആളുകൾ സ്റ്റീവന്റെ കയ്യിൽ നിന്ന് ഗോൾഡൻ സ്കാരബ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റീവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അവനാകെ പേടിച്ചിരിക്കുവാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആവുമ്പോൾ, ഓട്ടോമാറ്റിക്കലി അവന്റെ ബോഡിയിലേക്ക് മറ്റൊരു പേഴ്സണാലിറ്റി
പേഴ്സണാലിറ്റി കടന്നു വരുവാണ്. അതിന് അനുവാദം പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാർക്കായിരുന്നോ ജേക്ക് ലോക്ലി ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ അവന്റെ കയ്യിൽ മുഴുവൻ രക്തമായിരുന്നു. വളരെ ക്രൂരമായിട്ടാണ് ചുറ്റുമുള്ളവരെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ജേക്ക് ലോക്ലി ആയിരുന്നിരിക്കും. രണ്ടാമത് കപ്പ് കേക്ക് ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റീവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. വേറൊരാൾ കാറിൽ അടുത്ത ഭാഗത്ത് കൂടെ വന്ന് സ്റ്റീവനെ ഷൂട്ട് ചെയ്യാനും നോക്കുന്നുണ്ട്. ഇപ്പോഴും സ്റ്റീവൻ ഹെൽപ്ലെസ് ആയി. അതുകൊണ്ട് അവൻ ബ്ലാക്ക് ഔട്ട് ആയിട്ട് മറ്റൊരു പേഴ്സണാലിറ്റി കയറി വരുവാണ്. തിരിച്ചു വന്നു കഴിയുമ്പോൾ സ്റ്റീവന്റെ കയ്യിൽ തോക്കിരിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ഹാരോയുടെ ആൾക്കാരെ അവൻ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. അതും ഒരു പക്ഷേ ജേക്ക് ലോക്ലി ആയിരിക്കണം. പിന്നെ ഈ ജേക്ക് ലോക്ലി ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ അവന് കാർ ഓടിച്ച് നല്ല ശീലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാർ ഓടിച്ചിട്ടുള്ള മസിൽ മെമ്മറി ഇവരുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ ജേക്ക് ലോക്ലിയുടെ കാർ ഓടിച്ചുള്ള മസിൽ മെമ്മറി ഉള്ളത് കൊണ്ടായിരിക്കും സ്റ്റീവൻ പെട്ടെന്ന് ആ സാഹചര്യത്തിൽ ലൈസൻസ് പോലും ഇല്ലെങ്കിലും ആ ട്രക്ക് എടുത്ത് ഓടിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായോ? മൂന്നാമത് ബ്ലാക്ക് ഔട്ട് ആകുമ്പോഴും ഇത് തന്നെ. ഈ വണ്ടി അവൻ റിവേഴ്സ് എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഡ്രൈവർക്കല്ലാതെ ഇങ്ങനൊരു മസിൽ മെമ്മറി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബ്ലാക്ക് ഔട്ട് ആവുന്ന സമയത്ത് ജേക്ക് ലോക്ലി വന്നിരിക്കാനാണ് കൂടുതൽ സാധ്യത. പിന്നെ മുന്നിലേക്ക് മരങ്ങൾ വന്നു വീഴുന്ന സമയത്തും സ്റ്റീവന്റെ ബോധം മറയുന്നുണ്ട്. പിന്നെ ബോധം വരുമ്പോൾ അവൻ കട്ട്ലി തന്നെയാണ്. ആ സമയത്ത് മാർക്കോ ജേക്ക് ലോക്ലിയോ ആണ് അവന്റെ ശരീരം ഏറ്റെടുത്തത്. അത് കഴിഞ്ഞ് അവർ കോൺഷ്യന്റ് അവതാരമായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ചു വന്ന് സ്റ്റീവൻ അറിയാത്തതുപോലെ കാലിൽ കെട്ടൊക്കെ ഇട്ട് അവൻ റൂമിൽ വന്ന് കയറി കിടന്നതായിരിക്കും. മൂന്നാമത്തെ എപ്പിസോഡിൽ കൈറോയെ വെച്ച് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് മാർക്ക് ഒരു ആശയക്കുഴപ്പത്തിലായി. അവന് കൊല്ലണമെന്നുണ്ട്, പക്ഷെ കൊല്ലാനും പറ്റുന്നില്ല. ഇങ്ങനെ കൺഫ്യൂഷൻ ആവുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീവൻ പുറത്തേക്ക് വരുവാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ഹെൽപ്ലെസ് ആവുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു പേഴ്സണാലിറ്റി കയറി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കിന് വീണ്ടും ബോധം വരുമ്പോൾ അവനൊരു ടാക്സി കയറി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മാർക്ക് പിന്നെയും കൈറോയെ കണ്ട ആളുകൾ ഓടിപ്പിക്കുന്നു. അവിടെ വെച്ച് അവന് തലയ്ക്കടി കൊള്ളുന്നു. അവൻ നിലത്ത് വീഴുന്നു. പിന്നെ ബ്ലാക്ക് ഔട്ടായി എണീക്കുമ്പോൾ അവന്റെ കയ്യിൽ കത്തിയിരിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ കൊല ചെയ്യപ്പെട്ട് വീണ് കിടക്കുന്നുണ്ട്. കൊന്നത് മാർക്കിന്റെ ബോഡി വെച്ചാണ്. പക്ഷെ കൊന്ന കാര്യം മാർക്കിനോ സ്റ്റീവനോ ഓർമ്മയില്ല. അവർ തമ്മിൽ ആ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും കൊന്നതെന്ന്. അത് ജേക്ക് ലോക്ലി ആയിരുന്നു. അവനാണ് ക്രൂരമായിട്ട് ഇങ്ങനെ കൊല്ലുക. അവിടെയും ഈ ഹെൽപ്ലെസ് ആവുന്ന അവസ്ഥയുണ്ട്. തലയ്ക്കടി കൊണ്ട് വീണ് കഴിയുമ്പോൾ അവിടെ മാർക്കിന്റെ ബോധം പോവാണ്. മാർക്കിന് പിന്നെ എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റീവൻ പുറത്തേക്ക് വന്നാലും സ്റ്റീവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പൊ രണ്ടുപേരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് ജേക്ക് ലോക്ലി കയറി വരുന്നത്. ഇത് ജേക്ക് ലോക്ലി ആയിരുന്നെന്ന് എന്തായാലും ഉറപ്പാണ്. മൊഗാട്ടിന്റെ സ്ഥലത്ത് വെച്ച് ഈ ഫൈറ്റ് നടക്കുമ്പോൾ മാർക്ക് ഒരാളെ കൊല്ലാൻ പോകുന്നുണ്ട്. ആ സമയത്ത് മാർക്ക് മടിച്ചു നിൽക്കുന്നു. മാർക്കിന് കൊല്ലണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായി. ഈ സമയത്താണ് സ്റ്റീവൻ പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റീവന് കുന്തം കൊണ്ട് കുത്തേക്കുന്നു. ഇപ്പൊ സ്റ്റീവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സോ വീണ്ടും മാർക്ക് കയറി വരുന്നു. പക്ഷെ അവിടെ സ്റ്റീവൻ പറയുന്നുണ്ട് മാർക്ക് നീ ബോഡി എടുത്തോന്ന്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഹാരോ മാർക്കിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് സ്റ്റീവൻ പുറത്തു വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ മാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ആര് കയറി വരുന്നു? ജേക്ക് ലോക്ലി എന്ന് പറയുന്ന ക്രൂരനായ കൊലയാളി കയറി വരുന്നു. അവൻ കോൺഷ്യുവിന്റെ അവതാരം കൂടി ആയിരുന്നിരിക്കണം. ജേക്ക് ലോക്ലിക്ക് കിട്ടുന്ന സ്യൂട്ട് എന്താണെന്ന് ഇപ്പോഴും നമ്മൾക്കറിയില്ല. പക്ഷെ അതൊരു 1.5 സ്യൂട്ടായിരിക്കും ഉറപ്പാ. അവൻ തന്നെയാണ് ചുറ്റുമുള്ള എല്ലാവരെയും ഹാരോയും അടിച്ചു കൊന്നതും തോൽപ്പിച്ചതും. പിന്നെ ബോധം വരുമ്പോൾ മാർക്കിന് സ്റ്റീവനും മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഈ 3 പേഴ്സണാലിറ്റികളുടെ മാർക്കിന്റെയും സ്റ്റീവന്റെയും ജേക്കിന്റെയും മെക്കാനിസം. അപ്പോൾ 2 ബ്ലാക്ക് ഔട്ടിലാണ്. അത് ജേക്ക് ലോക്ലി തന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുക. മാർക്കിനും സ്റ്റീവനും ആരാണ് ഇവരെയൊക്കെ കൊന്നതെന്ന് കൺഫ്യൂഷൻ വരുന്ന സാഹചര്യത്തിൽ. പക്ഷെ അല്ലാത്ത പലപ്പോഴും ജേക്ക് ലോക്ലിയുടെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സാക്രോഫാഗസിൽ നിന്ന് മാർക്കിന്റെ 2ാമത്തെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള സ്റ്റീവൻ ഇറങ്ങി വരുന്നുണ്ട്. തൊട്ടടുത്ത റൂമിൽ മറ്റൊരു സാക്രോഫാഗസും കൂടി കണ്ടു. അതിന്റെ ഉള്ളിൽ നിന്നും ആരോ പുറത്തു വരാൻ വേണ്ടി തട്ടുന്നുണ്ടായിരുന്നു. അത് ജേക്ക് ലോക്ലി ആയിരുന്നു, മാർക്കിന്റെ 3ാമത്തെ പേഴ്സണാലിറ്റി. പക്ഷെ മാർക്കോ സ്റ്റീവനോ അത് പോയി തുറന്നില്ല. അത് കഴിഞ്ഞ് മൂക്കിൽ മുറിവോടെ ഡോക്ടർ ഹാരോയുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടല്ലോ മാർക്ക്. മാർക്കിന്റെ അനിയനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവന്റെ മുഖഭാവവും ഭാഷയും സംസാര ശൈലിയും ഇതെല്ലാം മാറുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഭയങ്കര വയലന്റ് ആയി. ഇത് കണ്ടിട്ട് എനിക്ക് മാർക്കാന്ന് തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മിക്കവാറും ഇത് കുറച്ചു നേരത്തേക്ക് മാർക്കിൽ നിന്ന് ജേക്ക് ലോക്ലി ആയി മാറിയതായിരിക്കും. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുന്നേ ഒരിക്കലും മാർക്ക് സ്പെക്ടറിനെ ഇങ്ങനെ ബിഹേവ് ചെയ്ത് കണ്ടിട്ടില്ല. മാർക്ക് എന്ന് പറയുന്ന മറ്റു പേഴ്സണാലിറ്റി ഉള്ള കാര്യം സ്റ്റീവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജേക്ക് ലോക്ലി എന്ന് പറയുന്ന 3ാമത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള കാര്യം മാർക്കിനോ സ്റ്റീവനോ അറിയില്ല. പക്ഷെ ഖോൺഷുവിന് അത് അറിയാമായിരുന്നു. എപ്പോഴോ ജേക്ക് ലോക്ലിയെ അവന്റെ സമ്മതത്തോടെ ഖോൺഷു തന്റെ അവതാരമാക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റീവനിൽ നിന്നും മാർക്കിൽ നിന്നും ഖോൺഷു ഈ കാര്യം മറച്ചുവെച്ചു. ഖോൺഷു പ്രത്യേകം പറയുന്നുണ്ട് ഈ ഡീൽ അവസാനിച്ചാൽ ഞാൻ നിങ്ങളെ 2 പേരെയും വെറുതെ വിടാന്ന്. ഖോൺഷു പറഞ്ഞതുപോലെ 2 പേരെയും വെറുതെ വിട്ടു. പക്ഷെ 3ാമനായിട്ടുള്ള ജേക്ക് ലോക്ലിയെ ഖോൺഷു ഇപ്പോഴും തന്റെ അവതാരമാക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജേക്ക് ലോക്ലിക്ക് ഖോൺഷിന്റെ അവതാരമായിരിക്കാൻ ഇഷ്ടമാണ്. ഖോൺഷു പറയുന്നത് പോലെ ആളുകളെ പോയി കൊല്ലുന്നത് ജേക്ക് ലോക്ലിക്ക് ഒരു ഹരമാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടി പറയാം. ഡൈലനുമായിട്ട് കറങ്ങാൻ പോവാന്ന് ആരായിരിക്കും പറഞ്ഞത്? എന്തായാലും സ്റ്റീവൻ അല്ല. സ്റ്റീവൻ ആ കാര്യം ഓർമ്മയില്ല. നമ്മൾ വിചാരിച്ചത് മാർക്കാണ്. പക്ഷേ ലൈലയോട് ഇഷ്ടമുള്ള മാർക്ക് എന്തിനാണ് കറങ്ങാൻ പോവാന്ന് പറയുന്നത്? ഇത്രയും ട്രോമയുള്ള വിഷമം അനുഭവിക്കുന്ന മാർക്ക് സ്പെക്ടർ അങ്ങനെ ചെയ്യൂ? ഒരിക്കലും ചെയ്യില്ല. അത് ചെയ്തത് ജേക്ക് ലോക്ലി ആയിരുന്നു. അവനാണ് ഡൈലനോട് കറങ്ങാൻ പോവാന്ന് പറഞ്ഞത്. പിന്നെ സിംബോളിക്കായിട്ട് ചില സീനുകളിൽ കണ്ണാടിയിൽ 3 റിഫ്ലക്ഷൻ ആയിട്ടൊക്കെ മാർക്കിനെ കാണിക്കാറുണ്ട്. അത് 3 പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളതിന്റെ ഒരു സൂചനയായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും മാർക്കും സ്റ്റീവനും കാല് കെട്ടിവെച്ച് ഉറങ്ങുന്നത്? ഒരുപക്ഷെ മാർക്കോ സ്റ്റീവനോ അറിയാതെ രാത്രി ജേക്ക് ലോക്ലി പുറത്തു വന്ന് ഖോൺഷുവിന്റെ അവതാരമായി പുറത്തുപോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് തിരിച്ചു വന്ന് മാർക്കിനും സ്റ്റീവനും സംശയം തോന്നാത്തതുപോലെ കയറി കിടക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാർക്ക്
മാർക്കിന് സ്റ്റീവനും സംശയം തോന്നിക്കാണും നമ്മൾ രണ്ടുപേരും അറിയാതെ നമ്മൾ രാത്രി എഴുന്നേറ്റ് നടക്കുന്നുണ്ടോന്ന്. അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും കാലിൽ കെട്ടൊക്കെ ഇട്ട് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയാണ് ജേക്ക് ലോക്ലിയുടെ കാര്യം. ഇങ്ങനെയാണ് മൂൺ നൈറ്റിന്റെ അവസാനം. ഇത് വേറൊരു സ്റ്റോറി മാത്രമല്ല, ഇതിൽ പറയുന്ന കുട്ടിക്കാലത്തെ ട്രോമ ശരിക്കും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പോലും അങ്ങനെ കുട്ടിക്കാലത്ത് ട്രോമ അനുഭവിച്ചവരുണ്ടാവും. എല്ലാ അച്ഛനമ്മമാരും ദൈവങ്ങളെ പോലെയാണ്, നല്ലവരാണെന്ന് പറയാറുണ്ട്. പക്ഷെ സത്യാവസ്ഥ അതല്ല. ഒരു 90% പേരൻസ് നല്ലവരാണെങ്കിലും ഒരു 10% പേർ നല്ലവരായിരിക്കില്ല. അവർ പരസ്പരം വഴക്കിട്ടും ആവശ്യമില്ലാതെ കുട്ടികളെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്തും കുട്ടികളുടെ കുട്ടിക്കാലം കളയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളത് അനുഭവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, അയാൾ നിങ്ങളുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി വളരെ ലക്കിയാണ്. അത് നിങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു പാരന്റ്സും നല്ലൊരു കുട്ടിക്കാലം ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിനോടോ അല്ലെങ്കിൽ ആരോടാണെങ്കിലും നന്ദി പറയാനായിട്ട് ഒരു നിമിഷം കണ്ടെത്തുക. കാരണം കോടിക്കണക്കിന് കുട്ടികളുടെ സ്വപ്നമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. നിങ്ങൾ കയ്യിലില്ലാത്തതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അതാണ് പ്രശ്നം. സ്റ്റോറി എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വേറെ ചില കാര്യങ്ങളാണ്. എന്തായാലും എപ്പിസോഡ് ഇന്നലെ ഇടാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ ഇടാൻ പറ്റാത്തതിൽ സോറി. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തപ്പോഴാണ് സമയം പിന്നെയും പോയത്. പിന്നെ മൂൺ നൈറ്റ് ഇഷ്ടപ്പെട്ടാൽ യെസ് എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്നൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. കാരണം മൂൺ നൈറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. മൂൺ നൈറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയും ആക്ടേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം, കഥയെപ്പറ്റിയും കഥയിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെ പറ്റിയുള്ള അഭിപ്രായം, പിന്നെ എന്റെ എക്സ്പ്ലനേഷനെ പറ്റിയുള്ള അഭിപ്രായം, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടായോ അതും പറയാം. അങ്ങനെ എല്ലാവരും കമന്റ് ഇട്ടിട്ട് പോകും. അടുത്ത കാര്യമാണ് നിങ്ങളുടെ ഡൗട്ട്സ്. നിങ്ങൾക്ക് ഇനി ബാക്കി ഡൗട്ടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൗട്ടുകൾ ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അതിനൊക്കെ ആൻസർ തരാം. ഫസ്റ്റ് എപ്പിസോഡുകൾ തൊട്ടുള്ള കമന്റുകൾ ഇപ്പോഴാണ് ഞാൻ നോക്കി റിപ്ലൈ തരാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമന്റുകളൊക്കെ എന്തായാലും ഞാൻ നോക്കും, അതിൽ സംശയമില്ല. പക്ഷെ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരാനായിട്ട് എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുപോലെ നിങ്ങൾ മൂൺ നൈറ്റിൽ നിന്ന് സപ്പോർട്ടിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. മൂൺ നൈറ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് 1,00,000 വ്യൂ ആയിരിക്കുവാണ്, 100K. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആ സപ്പോർട്ടിന് ഒരു വലിയ താങ്ക്സ്. എനിക്ക് മൂൺ നൈറ്റിന്റെ ലാസ്റ്റ് എപ്പിസോഡിനേക്കാളും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എപ്പിസോഡ് 5 ആണ്. അതുപോലെ വാണ്ടവിഷനിലായാലും ലാസ്റ്റ് എപ്പിസോഡിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം സ്റ്റോറിയുടെയും അടിത്തട്ടിലേക്ക് പോകുന്നത് ഈ എപ്പിസോഡുകളിലാണ്. ഒരുപാട് ഫൈറ്റ് ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല, സ്റ്റോറിയിലാണ് കാര്യം. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കും ഇവനെന്താ വീഡിയോ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇനി മൂൺ നൈറ്റ് കാണില്ല. മൂൺ നൈറ്റിന് ഒരു സെക്കൻഡ് സീസൺ ഇല്ല. ഇതാണ് മാർവൽ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതി. ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് എടുത്ത് വെച്ചിട്ട് അതിന് ഇത്രയും ഫാൻസ് സപ്പോർട്ട് കിട്ടിയിട്ട് അവർ മൂൺ നൈറ്റ് സീസൺ 2 പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ഒരുപക്ഷെ മാർവലിന് അവരുടേതായ കാരണങ്ങളുണ്ടാവും. ഇതിൽ ആക്ടേഴ്സിന്റെ ഡേറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തായാലും ഫാൻസ് ഒക്കെ ഒരു സീസൺ 2 പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ കുറെ കൊല്ലങ്ങളായി ഇതുവരെ ഒരു വിവരമില്ല. എനിവേ ഇപ്പൊ അവർ എടുത്തു വെച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ആണ്, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം. ഇതിലിനി ഒന്നും മാറ്റാനില്ല. തുടക്കം തൊട്ട് എൻഡ് വരെ പെർഫെക്റ്റ്. അതുകൊണ്ട് സീസൺ 2 വന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു സീസൺ 1 കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കാം. സോ നമ്മളൊരു പക്ഷെ അവസാനമായിട്ടായിരിക്കും മാർക്ക് സ്പെക്ടറിനെയും സ്റ്റീവൻ ഗ്രാൻഡിനെയും ലൈലയെയും ഖോൺഷുവിനെയും ഒക്കെ കാണുന്നത്. സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട്. ഇനി ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ മിക്കവാറും കാണാൻ പോകുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീവനെയാണ്. സ്റ്റീവന്റെ ആ ഇന്നസെൻസും ആ ഒരു സ്വഭാവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതിൽ ആക്ടേഴ്സിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഓഫ് ഓൾ ഓസ്കാർ ഐസക്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പേരിൽ ഓസ്കാർ ഉണ്ടായിട്ടും ഓസ്കാർ കിട്ടാൻ ഏറ്റവും അർഹനായിട്ടും കിട്ടാത്ത നടനാണ് നമ്മുടെ ഓസ്കാർ ഐസക്. നിങ്ങൾക്ക് മൂൺ നൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. എജ്ജാതി ആക്ടിംഗ് ആണല്ലോ പുള്ളി. പ്രത്യേകിച്ച് എപ്പിസോഡ് 5 ആളിരുന്ന് കരയുന്ന സീനിൽ നമ്മളെ കരയിച്ചു കളഞ്ഞില്ലേ. MCUവിൽ തന്നെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ വെറും ആക്ടിംഗ് ആണോ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? സ്റ്റീവനായിട്ട് ആക്ട് ചെയ്യണം, മാർക്കായിട്ട് ആക്ട് ചെയ്യണം, ജേക്ക് ലോക്ലി ആയിട്ടും ആക്ട് ചെയ്യണം. പാസ്റ്റിലെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അഭിനയിച്ച് കാണിക്കണം. ആ പാസ്റ്റിലെ കാര്യം കണ്ടു നിൽക്കുന്ന സ്റ്റീവനായിട്ട് അഭിനയിക്കണം. ഇത് രണ്ടും കണ്ടു നിൽക്കുന്ന മാർക്കായിട്ട് അഭിനയിക്കണം. ഇത് വിചാരിക്കുന്ന പോലെയല്ല. ആളൊരു അസാധ്യ ആക്ടർ തന്നെ. സ്റ്റീവനോ മാർക്കിനോ ജേക്ക് ലോക്ലിക്കോ കാര്യമായിട്ട് ലുക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ 3 പേരുടെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റിൽ ഇമേജ് എടുത്ത് കാണിച്ചാൽ ഇത് മാർക്കാണ്, സ്റ്റീവനാണ്, ജേക്ക് ലോക്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റീവൻ ആയിരിക്കുമ്പോഴും മാർക്കായിരിക്കുമ്പോഴും ജേക്ക് ലോക്ലി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിൽ വരുന്ന വ്യത്യാസം അത് വേറെ ലെവലാണ്. എക്സ്പ്രഷനും വോയിസും രണ്ടും. ഇദ്ദേഹം മാർക്ക് സ്പെക്ടറായിട്ട് കരയുന്ന സമയത്ത് ഞാനത് ഡബ് ചെയ്യാൻ നോക്കി. ആക്ച്വലി എനിക്ക് പേടിയായിരുന്നു. കാരണം അങ്ങേരുടെയൊക്കെ വോയിസ് ആക്ടിങ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഒന്നുമല്ലല്ലോ, ജസ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ആളാണ്. ഡയലോഗ് അതുപോലെ പറയാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് ട്രൈ ചെയ്തു. കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. പിന്നെ ഓസ്കാർ ഐസക് മാർവലിന്റെ മൂൺ നൈറ്റിൽ മാത്രമല്ല അഭിനയിച്ചിട്ടുള്ളത്. ഒരു എക്സ്മെൻ മൂവിയിൽ ഒരു പ്രധാന വില്ലനായിട്ട് ഓസ്കാർ ഐസക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ലുക്ക് കണ്ട ഇങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. അതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞ അക്രോസ് ദ സ്പൈഡർവേഴ്സ് എന്ന് പറയുന്ന അനിമേറ്റഡ് മൂവിയിൽ മിഗ്വൽ ഒഹാരയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓസ്കാർ ഐസക് ആണ്. പിന്നെ ഇപ്പൊ വളരെ ഹിറ്റായി മാറിയിട്ടുള്ള ഡ്യൂണിലും ഈ അടുത്തിറങ്ങിയ ഫ്രാങ്കൻസ്റ്റൈനിലും ഓസ്കാർ ഐസക് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ടത്തെ ഒരു പടമുണ്ട് എക്സ് മക്കീന, അതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ എത്ര പടങ്ങൾ, എത്ര ലുക്ക്. മുടി വളർത്തിയ ലുക്ക്, മുടി വളർത്തിയില്ലെങ്കിൽ ലുക്ക്, കട്ടത്താടി വെച്ച ലുക്ക്, താടി വടിച്ച ലുക്ക്, താടി കറുത്ത ലുക്ക്, താടി വെളുത്ത ലുക്ക്. മൊത്തത്തിൽ ഓസ്കാർ ഐസക് ഒരു പ്രത്യേക ലുക്ക് അല്ലെന്ന് പറയാൻ പറ്റും. ആക്ച്വലി മാർവൽ ഫാൻസ് കാത്തിരിക്കുന്നത് ഓസ്കാർ ഐസക്കിന് ഒരു ഓസ്കാർ കിട്ടാൻ വേണ്ടിയാണ്. മിക്കവാറും അത് എന്തായാലും കിട്ടും. പിന്നെ ഇങ്ങയുടെ വേറെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിൽ ഓരോ ക്യാരക്ടേഴ്സും വേറെ
പടത്തിലാണ് ഇങ്ങനെ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇങ്ങയുടെ പ്രത്യേകത. പിന്നെ നമ്മുടെ ലൈല മെയ് കലാംവേ എന്നാണ് ഇവരുടെ ശരിക്കുള്ള പേര്. ലുക്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ആക്ടിങ് സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇവരുടെ ക്യാരക്ടർ ആയിട്ടുള്ള ലൈലയെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി അത് വളരെ ഇഷ്ടപ്പെട്ടു. വെറുതെ ചവർ പോലെ കുറെ ലേഡി ക്യാരക്ടേഴ്സിനെ ഇറക്കാറുണ്ട്, പക്ഷെ ലൈല അതുപോലെയല്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ക്യാരക്ടർ ആയിരുന്നു ലൈല. കുറെ സിനിമകളിൽ പോലും വന്ന പല ലേഡി ക്യാരക്ടേഴ്സിനെക്കാളും കുറെ പേർക്ക് ഇഷ്ടം ലൈല എന്ന് പറഞ്ഞ ക്യാരക്ടറിനോടാണ്. വളരെ നല്ല രീതിയിലാണ് ലൈലയെ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനി വരെയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആർതർ ഹാരോ, മിസ്റ്റർ ഈതൻ ഹോക്ക് എന്നാണ് ഈ ആക്ടറിന്റെ പേര്. ആളും വേറെ ലെവൽ ആക്ടർ തന്നെ. ഇപ്പൊ കുറച്ച് ഏജ് ആയെങ്കിലും വളരെ പണ്ട് യങ് ആയിരുന്നപ്പോ ആളൊടുക്കത്തെ ലുക്കായിരുന്നു. ഇങ്ങയുടെ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, മസ്റ്റ് വാച്ച് ആണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞ് കിളികൾ പറന്നു പോയെന്ന് എന്നോടൊന്നും പറയരുത്. ആൾ കുറെ വില്ലനായിട്ട് അഭിനയിക്കാറുണ്ട്, ത്രില്ലറുകളിൽ അഭിനയിക്കാറുണ്ട്. പക്ഷെ വളരെ വളരെ പണ്ട് കുറെ റൊമാൻറ്റിക് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതും അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിൽ ആക്ടേഴ്സിന്റെ കാര്യം. പിന്നെ മൂൺ നൈറ്റിന്റെ ആ ഒരു പ്രത്യേക മ്യൂസിക് ഉണ്ടല്ലോ, മാർക്ക് സ്പെക്ടർ ആദ്യമായിട്ട് മൂൺ നൈറ്റ് ആയി മാറുന്ന സമയത്ത് ആ മ്യൂസിക് ഞാൻ കൊടുത്തിരുന്നു. അത് വേറെ ലെവല് മ്യൂസിക് തന്നെ. കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. ഇതൊരു സിനിമയായിട്ടൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലായേനെ. പക്ഷെ ഒരു സീരീസ് ആയിട്ട് ഇറക്കുമ്പോൾ പറയുന്നത്ര സ്റ്റോറി സിനിമയിൽ കൂടെ പറയാൻ സാധിക്കില്ല. അത് വേറൊരു കാര്യം. ഞാനങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റിയൽ ലൈഫിൽ ഞാൻ ഇൻട്രോവേർട്ട് ആണെങ്കിലും യൂട്യൂബിൽ പറയുമ്പോൾ ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയിട്ട് മാറും. അതുപോലെ എപ്പിസോഡ് 5ന്റെ പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതിൽ 20 മിനിറ്റ് മാത്രമേ സ്റ്റോറി എക്സ്പ്ലനേഷൻ ഉള്ളൂ. ബാക്കി 20-25 മിനിറ്റ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അത് കേട്ടിരിക്കാൻ ഇത്തിരി ബോറിംഗ് ആണ്, മനസ്സിലാക്കാനും അതെ. ഇതൊക്കെ ഇവരിരുന്ന് കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എന്റെ ആ ചിന്തയെ തെറ്റിച്ചു കളഞ്ഞു. ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വേറെ ലെവലാണ്. കാരണം നിങ്ങളത് കണ്ടു, അതിനെ അനലൈസ് ചെയ്തു, അത് മനസ്സിലാക്കി, എന്നിട്ട് കമന്റും ചെയ്തു. കുറെ പേര് എന്നോട് പറയാറുണ്ട്, നിന്റെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും ചെറിയ പിള്ളേരല്ലേ എന്ന്. ആയിരിക്കും, പക്ഷെ പിള്ളേരാണെങ്കിലും നല്ല ലെവലുള്ള പിള്ളേരാ. ഞാൻ അങ്ങനെയാണ് പറയാറ്. അല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് മാറിയിരുന്ന് കണ്ട് മനസ്സിലാക്കാൻ ഒരു സാധാരണ ആൾക്ക് അത്ര പറ്റുന്ന കാര്യമല്ല. ഇത്തിരി ബുദ്ധിമുട്ടാണ്, മെനക്കെടേണ്ടി വരും. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ വീഡിയോ വരുന്നത് മിക്കവാറും 14-ാം തീയതി ആയിരിക്കും. വീണ്ടും വെരി സോറി. എന്തായാലും നാളെയല്ലേ വിഷു. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി വിഷു. ഇനി അടുത്ത വീഡിയോ എന്ന് വരുന്നു ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 2-2.5 മാസമായിട്ട് എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇതെനിക്ക് അത്ര ശീലമുള്ള കാര്യമല്ല, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ഷീണം, ഒരു വയ്യാത്ത പോലെ, ഒരു ലീവ് എടുക്കാൻ സമയമായോ എന്നൊരു തോന്നൽ. ചുമ്മാ പറഞ്ഞാൽ എന്നാലും അടുത്ത വീഡിയോ എന്ന് വരുന്ന എനിക്ക് അറിയില്ല. അപ്പൊ പറഞ്ഞ പോലെ ഡൗട്ടുകളൊക്കെ കമന്റ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.